യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ ലോകമാകും വൻ കടലിൽ ഞാൻ താണുഴലാതന്നു പോകാൻ. ലോകമാകും വൻ കടലിൽ ഞാൻ താണുഴലാതന്നു പോകാൻ. ആശ്രിതനാഥൻ താങ്ങിടും എന്നെ നശ്വരമാമി ഉലകിൽ. വേഗം പറന്നു ഞാനങ്ങു ചേരാൻ. ആശ്രിതനാഥൻ താങ്ങിടും എന്നെ നശ്വരമാമി ഉലകിൽ. വേഗം പറന്നു നാമങ്ങു ചേരാൻ. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ ആയിരമായിരം കണ്ണുകളാലെ നോക്കി പാർക്കും തൻ വിശുദ്ധ. ആയിരമായിരം കണ്ണുകളാലെ നോക്കി പാർക്കും തൻ വിശുദ്ധ. കാഹളത്തിൻ ധ്വനി കേൾക്കുന്ന നേരം രൂപാന്തരരായി തീരും. വേഗം പറന്നു നാമങ്ങു ചേരും. കാഹളത്തിൻ ധ്വനി കേൾക്കുന്ന നേരം രൂപാന്തരരായി തീരും. വേഗം പറന്നു നാമങ്ങു ചേരും. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ കാണാതെ വിശ്വാസത്താൽ കാൽവറി കുന്നിൽ കണ്ണുകളുയർത്തി ഞാൻ കണ്ടു. കാണാതെ വിശ്വാസത്താൽ കാൽവറി കുന്നിൽ കണ്ണുകളുയർത്തി ഞാൻ കണ്ടു. പ്രാണപ്രിയനാം സ്നേഹ
സ്വരൂപനെ നേരിൽ പൊന്മുഖം കാൺമാൻ ഇനി കാലങ്ങളേറെ ഇല്ല. പ്രാണപ്രിയനാം സ്നേഹസ്വരൂപനെ നേരിൽ പൊന്മുഖം കാൺമാൻ ഇനി കാലങ്ങളേറെ ഇല്ല. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ, യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ, ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. രണ്ടാം ദിവസം രാത്രി അങ്ങയുടെ പരിശുദ്ധാത്മാവ് വചനം ദേശത്തോട് വിളമ്പും സഹായമായി. അങ്ങ് തന്നെ അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തണം. പാപികളുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ മനോവേദനയോടെ പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിലെ രക്ഷ സൗജന്യമായി അവിടുന്ന് ജനത്തിൻ്റെ മേൽ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങൾ ഒരുമിച്ച് ആശീർവദിക്കും. മഹത്വം മുഴുവൻ അങ്ങക്ക്, ജയം ഞങ്ങൾക്ക് നൽകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. കരങ്ങൾ ഉയർത്തിയ ഒരു പ്രാവശ്യവും കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നമുക്ക് ആ വേദശകലങ്ങൾ അതിൻ്റെ 37 വാക്യം ആണ് ഇന്നലെ രാത്രിയിൽ ഇന്ന് തുടങ്ങേണ്ടതിനെ നമ്മളൊന്ന് തുടങ്ങി വെച്ചത്. വഴി തുറന്നു വന്നതിന് ശേഷം ആ 37 വാക്യം മാത്രം ഒന്നും കൂടി ശബ്ദമുയർത്തി വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 22:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. 37 വാക്യം ഒരു മനോഹരമായ ചോദ്യമാണ്. ബാക്കിയെല്ലാം 42 വരെ ഉത്തരം വെളിപ്പെടുത്തി. അതിൻ്റെ തുടക്കം ഞാനൊരു വഴി വെട്ടി തുറന്ന് പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ചു. നമുക്കും ഒരു ചോദ്യത്തിന് വകയിട്ടാണ് 37 വാക്യം എഴുതി. നമുക്കും ഒരു ചോദ്യം ഈ വാക്യത്തോടും ദൈവത്തോടും ചോദിക്കാൻ വഴിയിട്ടാണ് പത്രോസ് ഈ വാക്യം എഴുതി. അനാദികാലം മുമ്പേ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമാണ് സഭയെന്ന് നമുക്കറിയാം. അങ്ങനെ മർമ്മങ്ങൾ ധാരാളം വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. ഇനിയും മർമ്മം വെളിപ്പെടാനുണ്ട് സഭയ്ക്ക്. ഇനി വെളിപ്പെടാനുള്ള പ്രധാന മർമ്മം പിതാവിന് മാത്രം മറഞ്ഞിരിക്കുന്ന ആ നാഴികയും ആ സമയവുമാണ്. അതെനിക്ക് മറഞ്ഞിരിക്കുന്നു എന്ന് പുത്രൻ തന്നെ പറയുകയാണ്. പിതാവിനാണ് ആ സമയം അറിയാവുന്നത്. അതൊരു മർമ്മമാണ്. മറഞ്ഞിരിക്കുന്നതെല്ലാം മർമ്മമാണ്. ഇനി നാം സഭ പോലും അറിയേണ്ട മർമ്മമാണ് കർത്താവിൻ്റെ മടങ്ങി വരവ്. മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ മടങ്ങി വരവിൻ്റെ ടൈം ഒരു മർമ്മമാണ്. അതാണ് മർമ്മം. യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ചോദ്യം ആ മർമ്മം വെളിപ്പെടുത്താനാണ് ചോദ്യം ചോദിച്ചത്. സുവിശേഷത്തിൽ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷ ജഡത്തിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാർ ചോദ്യം ഉയർത്തി. 2 കാര്യങ്ങൾ ഒറ്റ ചോദ്യചിഹ്നത്തിൽ അവർ ചോദിക്കുകയാണ്.
അങ്ങയുടെ മടങ്ങിവരവിൻ്റെയും യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തിന്റെയും നാഴിക എപ്പോഴാകും? രണ്ട് ചോദ്യങ്ങൾ ഒറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ ചോദിക്കുക. ഒരുപക്ഷെ ഇതിൻ്റെ അകത്തിരിക്കുന്ന പെന്തക്കോസ്തരായ ക്രൈസ്തവ സമൂഹത്തിന് അതറിയാമെങ്കിലും പുറത്തു നിൽക്കുന്ന ഒരാൾക്കെങ്കിലും അതിനെ ആഴമായി അപഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അത് പറയുക. ഒറ്റ ചോദ്യചിഹ്നത്തിൽ രണ്ട് കാര്യം ചോദിക്കും. അങ്ങയുടെ വരവിൻ്റെയും യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തിന്റെയും നാഴിക എപ്പോഴാണ്? യേശു ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ഉത്തരം: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് ചിരി വരും. ഇതാണ് ഉത്തരം. ഞാൻ എപ്പോഴാ ജനിച്ചെന്ന് നിങ്ങളിൽ ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയേണ്ട ഉത്തരം 1978 ജനുവരി മാസം 3-ാം തീയതി. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന എന്നോട് നീ പന്തലിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുക, ജോബി പാസ്റ്ററെ എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം 1978 ജനുവരി മാസം 3-ാം തീയതി. ഇപ്പോഴത്തെ പിള്ളേരുടെ തമാശ ഭാഷയെ പറഞ്ഞ് 1978 മോഡലാണ്. അങ്ങനെ കൃത്യ ഉത്തരം കൊടുക്കണം. യേശുവിനോട് ഇതേ ആശയത്തിലാണ് ചോദിക്കുന്നത്. യെരൂശലേമിൻ്റെ യഥാസ്ഥാപനം എന്ന് നടക്കും. നിന്റെ മടങ്ങി വരവിൻ്റെ നാഴികയും എപ്പോഴും? യേശുവിൻ്റെ ഉത്തരം ഒന്നും കൂടെ പറയും: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. നമ്മളിൽ പലർക്കും ഇതെന്നാ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ വിളിച്ച് വേദപുസ്തക സംശയം ചോദിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. കൃപയാൽ ഞാൻ അവർ ചോദിക്കുമ്പോഴാണ് ദൈവത്തോട് ചോദിച്ചിട്ട് ഉത്തരം പറയാം. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഉത്തരം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും കൃപയാൽ. എന്നെ വിളിച്ച് ചിലർ വേദപുസ്തകത്തിൽ നിന്ന് സംശയം ചോദിക്കും. ചോദിച്ചിട്ടുള്ള ഒന്നിലധികം പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അച്ഛാ ഇതെന്നാ യേശു ഇങ്ങനെ പറയാൻ? കാരണം അതൊരു വെളിപ്പാടുള്ളവർക്കേ അതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാകും. നിന്റെ വരവിന്റെ യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തിന്റെ നാഴികയെപ്പോൾ? ഉത്തരം: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അത് ഉത്തരമാണോ? അതാണ് ഉത്തരം. കൃത്യമുത്തരം യേശു പറഞ്ഞു. അതെങ്ങനെ ഉത്തരമാകും? അത് വെളിപ്പാടുള്ളവർക്ക് മനസ്സിലാകും. എങ്ങനെ വെളിപ്പാട്? അത് വെളിപ്പെടുത്തിക്കൊണ്ട് പറയാം. തെറ്റിക്കുന്നവർ വരുമ്പോൾ ആ നാഴിക വന്നിരിക്കുന്നു എന്നർത്ഥം. വേദപുസ്തകം തെറ്റിച്ച് പ്രസംഗിക്കുന്നവർ, ഉപദേശം തെറ്റിച്ച് പ്രസംഗിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റിച്ച് പ്രസംഗിക്കുന്നവർ, ഒന്നും കൂടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലേക്ക് ചൂണ്ടിപ്പറഞ്ഞാൽ 3 കാര്യങ്ങളെ മറ്റൊന്നായി അവതരിപ്പിക്കാൻ പറ്റും ബൈബിളിൽ നിന്ന് പ്രസംഗകർക്ക്. 3 കാര്യങ്ങളെ. ഏതാണ് ആ 3 കാര്യം? പൗലോസ് ശ്ലീഹ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. തെറ്റിക്കുന്ന 3 സംഗതികൾ ഏതാണ്? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യം താഴോട്ട് വായി. 2 കൊരിന്ത്യർ 11:3 മുതൽ തെറ്റിക്കുന്ന 3 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന്. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഈ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ തെറ്റിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സിനെ വഷളാക്കിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്തത്, എന്നിട്ട് ആ 3 കാര്യം വെളിപ്പെടുത്തുക പൗലോസ്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് തെറ്റിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണം, വായിച്ചു. ഒരുത്തൻ വന്ന്
ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത ആ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, മറ്റൊരേശുവിന്റെ പേര് പറഞ്ഞ് ജനത്തെ തെറ്റിക്കുന്നു ഒരുത്തൻ. അടുത്തത്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും വേറെ ഒരു ആത്മാവിനെ കച്ചവടം നടത്തുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരുടെ നടുവിൽ തന്നെ മറ്റൊരാത്മാവിനെ അവതരിപ്പിക്കുന്നു. അടുത്തത്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും, നിങ്ങൾ സ്വീകരിച്ചതല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കേട്ട സുവിശേഷം ഒറിജിനലാണെങ്കിലും അതിന്റെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വേറൊരു സുവിശേഷം. ജനത്തെ തെറ്റിക്കുന്ന 3 വകുപ്പുകളെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, മറ്റൊരേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഇത് കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായി പറയാതെ വകുപ്പടിക്കുന്ന കേൾക്കുമ്പോൾ ശരീരം പെരുത്ത് തുള്ളി സ്വോത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോകരുത്. വേദപുസ്തകത്തിലൊരു വാക്യം എങ്ങനെയുണ്ട്? ബരോബയക്കാർ തെസ്സലോനിക്കരേക്കാൾ ഉത്തമന്മാരായി. എന്താണ് അവർക്ക് കൊടുത്ത ഉത്തമ പദവി? തെസ്സലോനിക്കർ കൊള്ളരുതാത്തവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്കും ഒരു ഉത്തമ പദവി എവിടെയുണ്ട്. പക്ഷെ ഒരു പടി ബരോബയക്കാർ മുന്നിലാണ് അവരെക്കാൾ. എന്താണ് കാര്യം? തിരുവഴുത്ത് അങ്ങനെ തന്നെയോ എന്നവർ ദിനം പ്രതി പരിശോധിച്ചു പോന്നു. പ്രസംഗം കേൾക്കുമ്പോഴല്ല, ഇതവർ നിരന്തരം പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചുള്ള ഗുണം എന്നാ? ബരോബയക്കാരുടെ മുമ്പിൽ മറ്റൊരു യേശുവിനെ അവതരിപ്പിച്ചാൽ അവർ വിടില്ല. ബരോബയക്കാരുടെ മുമ്പിൽ വേറൊരു ആത്മാവിനെ കച്ചവടം ഇറക്കിയാൽ അവർ സമ്മതിക്കില്ല. ബരോബയക്കാരുടെ മുമ്പിൽ വേറൊരു സുവിശേഷം അവലംബിച്ചാൽ ആ സുവിശേഷ പ്രസംഗകനെ യോഗം കഴിഞ്ഞവർ വിടില്ല. കാരണം അവരനുഭവിച്ചൊരു സുവിശേഷമുണ്ട്, അവരനുഭവിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്, അവരറിഞ്ഞ ഒരു യേശു ക്രിസ്തുവുണ്ട്. അറിഞ്ഞതിന് വിപരീതമായി തെറ്റിക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജനം ആത്മാവിൽ തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ 2-ാം ദിന രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ദൈവജനത്തോട് പറയുകയാണ്, ദേശത്തോട് പറയുകയാണ്. കേൾക്കുന്ന സുവിശേഷം നീ രക്ഷിക്കപ്പെട്ടപ്പോൾ കാരണമായ സുവിശേഷമാണോ എന്ന് വിചിന്തനം ചെയ്യണം. കാരണം പൗലോസ്ലീഹ സുന്ദരമായി പറയുന്നു, വേറൊരു സുവിശേഷമുണ്ട്, വേറൊരു യേശുവുണ്ട്, മറ്റൊരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ പോലും കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുന്ന പൈശാചികന്റെ കടുത്ത പോരാട്ടം ഈ നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം ജാഗ്രതയോടെ നിൽക്കണം. മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു യേശുവിനെ അവതരിപ്പിച്ച് നിത്യതയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ പിശാച് കണഞ്ഞു ശ്രമിക്കുകയാണ്. അതാണ് ധാരാളമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടേക്ക് വരികയാണ്. അവതരിപ്പിക്കപ്പെട്ട 1-ാം സുവിശേഷം ഏതാണ്? ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ട 1-ാം ഇറങ്ങി വന്ന് വ്യാപരിച്ച 1-ാമത്തെ ആത്മാവേദ? ഭൂമിയിൽ സഭയ്ക്കായി പ്രഘോഷിക്കപ്പെട്ട യേശു ഏതാണ്? ഇത് 3-ഉം പത്രോസിന്റെ പ്രസംഗത്തിലുണ്ടായി. അതാണ് 37-ന്റെ ആദ്യ വാക്ക്. ഇത് കേട്ടപ്പോൾ, ഏത് കേട്ടപ്പോൾ? ഒറിജിനൽ യേശുവിനെ കേട്ടപ്പോൾ. ഏതിറങ്ങി വന്നപ്പോൾ? ഒറിജിനൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ. എന്ത് സുവിശേഷിച്ചപ്പോൾ? ഒറിജിനൽ ക്രൂശിക്കപ്പെട്ട സുവിശേഷം കേട്ടപ്പോൾ. അതാണ് 37-ന്റെ ആദ്യ വാക്ക്. ഇത് കേട്ടപ്പോൾ
ഞാൻ വേദപുസ്തകത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലും നിയന്ത്രണത്തിലും കൃപയിൽ വ്യാഖ്യാനിക്കുക. നിങ്ങൾ ഏറ്റെടുക്കണേ. ഇത് കേട്ടപ്പോൾ അതാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇട്ടത്. ഏത് കേട്ടപ്പോഴും ആ ഉപദേശിന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ. ഏത് കേട്ടപ്പോൾ? ഇത് കേട്ടപ്പോൾ. ആ ഒറിജിനൽ യേശു, ഒറിജിനൽ സുവിശേഷം, ഒറിജിനൽ പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും ഒന്നിക്കുമ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്, ആമേൻ, വേർപാടനുഷ്ഠിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നത്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നടക്കുന്നത്, ആമേൻ, കൂട്ടായ്മയായി ചപ്പം നുറുക്കുന്നത്, ഉപദേശത്തിൻ്റെ റൂട്ടിൽ പ്രാർത്ഥന കൈകാര്യം ചെയ്യുന്നത്, വിശുദ്ധിയോടെ കാത്തിരിക്കുന്നത്, ഒറിജിനൽ ഇത് മൂന്നും വെളിപ്പെടുമ്പോൾ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്നത് ഒറിജിനൽ അല്ല. ജനം വഞ്ചിക്കപ്പെടരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഉപദേശിമാരെന്ന് പേരുള്ളവർ തന്നെ ഒറിജിനലിനെ അവതരിപ്പിക്കാൻ മടിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തെ ഇറക്കി ജനത്തെ നിത്യതയിൽ അപഹരിക്കുന്ന സാത്താന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അവരുടെ പ്രഭാഷണത്തെ തന്നെ പൗലോസ്ലീഹായിൽ കൂടെ കർത്താവ് സംസാരിക്കുന്നത് സർപ്പം ഏതനിൽ വെച്ച് ഹവ്വായെ ഉപായത്താൽ ചതിച്ച ചതി അവരാവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞു. എത്ര പേർക്ക് ഈ സത്യവചനം മനസ്സിലാകുന്നുണ്ട്? വളരെ ആഴമായി ശ്രദ്ധിക്കണം. ഇതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളില്ലെന്നല്ല, അടയാളങ്ങളില്ലെന്നല്ല. ഞാൻ അതിൽ ഇന്ന് രാത്രി ഉറപ്പുള്ള ആളാണ്. ഈ രാത്രിയിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും. പക്ഷെ യേശുവിൻ്റെ പ്രയോറിറ്റി അതിനല്ല. ഇനി നമ്മളുടെ പ്രധാന സ്ഥാനം ഇപ്പം ഭൗതിക വിടുതൽ. നിങ്ങളോടൊരു കാര്യം ഞാൻ ലളിതമായി പറയുമ്പം നിങ്ങൾ ഗ്രഹിക്കണം. നിങ്ങൾ ഇന്ന് തന്ന തലവേദന സൗഖ്യമായാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ സൗഖ്യമായാൽ, എത്ര കൊല്ലം നിങ്ങൾ ജീവിച്ചിരിക്കും? കൂടി വന്ന ഒരു 90 വയസ്സ്. അത്യാവശ്യം പോയാൽ 100 വയസ്സ്. 100 വയസ്സുള്ളവർ ഇപ്പം ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. സഖാവ് അച്യുതാനന്ദന് ഇപ്പം 100 വയസ്സ്. എൻ്റെ അമ്മയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് 100 വയസ്സ്. 100 വയസ്സ്. അത് കഴിയുമ്പോൾ മരിക്കില്ലേ? അപ്പം ചിന്തിക്കേണ്ടത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. വേദപുസ്തകം മുന്നോട്ട് വെച്ച് നീട്ടുന്ന രക്ഷ ഭൗതിക വിടുതലല്ല. മൂക്ക് പഞ്ഞി വെച്ച്, താടി വട്ടം കെട്ടി, ആമീൻ, കണ്ണ് തിരുമി അടച്ച ശേഷമുള്ള യുഗായുഗമുള്ള നിത്യജീവനെക്കുറിച്ച് അവതരിപ്പിക്കുന്നൊരു പുസ്തകമുണ്ടെങ്കിൽ, അത് തരാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ, അതിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്, ഞാൻ ഉയർത്തുന്ന യേശുവാണ്, ഞങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥമായി അതിന് കഴിയുന്നത് ഇന്ന് രാത്രി അവർ 3 പേരും ഇവിടെയുണ്ട്. യേശു ഇവിടെ ഉയർത്തപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് ആഴമായി പരിശുദ്ധാത്മ നിയോഗത്തിൽ മുൻപോട്ട് പോകാം. കർത്താവ് ഇന്ന് രാത്രി ചിലരെ തൊടും. അപ്പോൾ തന്നെ ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുന്നു, രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ മരണം 100 വയസ്സിലാണെങ്കിൽ, ഈ പ്രായത്തിൽ നിങ്ങളുടെ ജീവനെ അപഹരിക്കാൻ നോക്കുന്ന പിശാചിൻ്റെ മരണക്കണിയിൽ നിന്ന് ഇന്ന് രാത്രിയിലത്തെ വചനത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നീ പ്രാർത്ഥിക്കാതെ വരുന്ന പോലും നിന്റെ മരണം കർത്താവ് മാറ്റിയിട്ടുണ്ട്. പക്ഷപാതത്തിന് 2 മുഖമുണ്ട്. കർത്താവിൻ്റെ പക്ഷപാതം രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ വായിച്ചു. കർത്താവ് പക്ഷപാതം ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയാണ്?
എന്റെ കുഞ്ഞുങ്ങളെ, ആ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ആ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇത് സഭയോടാ പറയുന്നത്, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, ഇനി സഭയിൽ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്തുവെങ്കിലോ, ഇത് ബ്രദറുകാരെ വളരെ കുഴപ്പിച്ച് നശിപ്പിക്കുന്നൊരു വിഷയമാണ്. ഒന്ന് ഊന്നി പറയേണ്ടത് ആവശ്യമാണ്. രക്ഷാഭദ്രവാദം എന്നും പറഞ്ഞ് ബ്രദറുകാർ മുമ്പോട്ട് ഉയർത്തുന്നൊരു വ്യാജമുണ്ട്. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല, നമുക്കാർക്കും ആശങ്കയില്ല. രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ ഉഴപ്പിയാൽ അവൻ്റെ ഭദ്രത പോകും. അതേ ഞങ്ങൾ പറയുന്നു. പക്ഷേ ബ്രദറുകാർ പറയുന്നത് എന്നാണെന്നറിയോ, രക്ഷിക്കപ്പെട്ട ശേഷം അവർ പറയുന്നത് മൈക്കിൽ കൂടെ പറയാൻ കൊള്ളില്ല, എന്നാലും ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. സുധീർ ബ്രദറൊക്കെ അറിയാൻ ഞങ്ങളതിന് വേണ്ടി സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ബ്രദറിലെ വലിയൊരു പണ്ഡിതനായ ഒരാൾ പറയുകയാണ്. പുള്ളിയുടെ ചോദ്യം ചോദിച്ചു, ആരോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാളുടെ എഴുതി ചോദിച്ചു മീഡിയയിൽ. പക്ഷേ വ്യഭിചാരം ചെയ്തു, രക്ഷിക്കപ്പെട്ട ഒരാൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുന്നാൽ അദ്ദേഹം എടുക്കപ്പെടുമോ? ഉടനെ ബ്രദറൻ പണ്ഡിതൻ പറഞ്ഞ ഉത്തരം കേൾക്കണം. പിന്നെ പ്രതിഫലം നഷ്ടപ്പെടും, പുള്ളിയെ കർത്താവ് എടുക്കുമോ? പുതിയ തലമുറ നശിക്കാൻ വേറെ വല്ലതും വേണം. അതാണ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുന്നത് വിശുദ്ധിയുടെ മാനദണ്ഡത്തിലാണെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ സ്വർഗത്തിൽ പോകില്ല. അതിന് ഏത് ബ്രദറിലെ കൊടികെട്ടിവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അതിനെ ഖണ്ഡിക്കാൻ പരിശുദ്ധാത്മാവ് വചനത്തിൽ ഞങ്ങൾക്ക് നിയോഗം തന്നിട്ടുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞാൽ ശ്വാസം പോകുന്ന മരണമല്ല, നിത്യമരണം. അത് പാപം ചെയ്യുന്ന ഏത് ദേഹിയാണെങ്കിലും രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താലും മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിത്യമരണത്തിലേക്ക് പോകും. വഞ്ചിക്കപ്പെട്ടത് കേട്ടോ. പിശാച് അതിശക്തമായി വചനം അറിയാമെന്ന് പറയുന്ന വെറുതെ പറയുന്ന കുറെ ആളുകളെ കൂടെ അവരെ അറിയിക്കാൻ ബെന്തിക്കോസുകാരാ പറയുന്നത് ബ്രദറുകാർക്ക് വചനം അറിയാമെന്ന്. ചുമ്മാ മെനകേടൊന്നും പറയുന്നു. വചനം അറിയേണ്ട കാര്യത്തിൽ അവർക്ക് അറിയത്തില്ല. രക്ഷയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അവർ പ്രസംഗിക്കുമായിരിക്കും. രക്ഷയുടെ ഭദ്രത വരുമ്പം അവർ ചീറ്റിപ്പോകും. പിന്നെ എന്തിനാ പൗലോസ് ഈ വാക്യമൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നത്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിൽ പൗലോസ് എന്തിനാ ഭയപ്പെടുന്നേ? രക്ഷ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പൗലോസ് ഭയപ്പെടുന്നത്. പൗലോസിനെ പോലുള്ള മനുഷ്യന് ഭയമോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കൊല്ലാൻ പേടിയില്ലാത്ത ആളായിരുന്നു. ഈ മാർഗം സംബന്ധിച്ച് ചലിച്ച നിരവധി പേരെ കൊല്ലാൻ മുൻപന്തിയിൽ നിന്ന് ആജ്ഞയിട്ട, എന്തിനേറെ ഒന്നാമത്തെ പുതിയ നിയമത്തിലെ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ മരണം അവൻ തന്റെ കാൽക്കീഴെ വസ്ത്രം വെച്ച ശേഷമാണ് തന്റെ കൂടെയുള്ളവർ സ്തെഫാനോസിനെ കൊല്ലുന്നത്. അത്രയ്ക്ക് കരുത്തുറ്റ, കൊല്ലാൻ പേടിയില്ലാത്ത പൗലോസ് രക്ഷിക്കപ്പെട്ട ഉപദേശത്തിലേക്ക് വന്ന് ജീവിതം തുടങ്ങിയപ്പോൾ പറയുകയാണ്, എനിക്കൊരു ഭയമുണ്ട്. പ്രാപിച്ച രക്ഷ നഷ്ടപ്പെടുത്തി നിങ്ങൾ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട വഷളായി പോകുന്നവനെ ആരടാ സ്വർഗത്തിൽ കൊണ്ടുപോകണേ? ബ്രദറുകാരാ, കുറഞ്ഞ പക്ഷം നിനക്ക് അല്പമെങ്കിലും മൂളയോട് ഇന്ന് ചിന്തിച്ച് മാനസാന്തരപ്പെടാൻ ദൈവം നിനക്ക് അവസരം തരിക. വഷളന്മാരെ കൊണ്ടുപോകാനാണോ യേശു വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പോൾ അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. അശുദ്ധന്മാരെ ചേർക്കാനല്ല, കുറെ വെളിവില്ലാത്ത 10 വാക്യം ഇട്ടിട്ട് ആ വാക്യം നിങ്ങൾ പഠിക്കാൻ പറയാം. അവർക്കിത് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. വ്യാഖ്യാനിച്ചാൽ പൊട്ടത്തരോ. അതെല്ലാം ഞാനിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നിയോഗമുണ്ട്. സ്വതന്ത്രം. രക്ഷയെന്ന് പറയുന്നത് ഭദ്രമാണ് ക്രിസ്തുവിൽ. എന്നാൽ ക്രിസ്തുവിൽ എത്തിയവൻ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു കൊമ്പ് മുറിക്കുന്ന പോലെ
മുറിച്ച് നീക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് യഹൂദനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഇവരെ ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അത് ബൊക്ക തരുന്ന കാര്യമല്ല ആദരവ്. ഒരു ഷാള് മേടിച്ചിട്ട് തോളയിൽ ഇടിയിക്കുന്ന കാര്യമല്ല ആദരവ്. നിത്യതയിലേക്കുള്ള സ്വീകരണം നഷ്ടപ്പെടുന്ന കാര്യമാണ് പറഞ്ഞു. ഇന്ന് രാത്രി വഞ്ചിക്കുന്ന ബ്രദറുകാരുടെ ഭദ്രതാ ഉപദേശം രക്ഷഭദ്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മര്യാദയ്ക്ക് ക്രിസ്തുവിൽ നിന്നാൽ എന്നെ അവൻ സൂക്ഷിക്കും. എന്നിട്ട് അവർ കൊണ്ടുവന്ന് യൂദായുടെ ലേഖനത്തിലെ 23-ാം വാക്യം വെച്ച് ആ ഭദ്രത ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ 1ഉം 20ഉം പഠിക്കാതെ 23 പഠിക്കും. യൂദായിലെ 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവർ പഠിപ്പിക്കുന്നില്ല. സഭയുടെ 2 സൂക്ഷിപ്പുകളെ കുറിച്ച് യൂദ 1-ൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ച് കേൾപ്പിക്കണം, നിയോഗമുള്ളതുകൊണ്ട്. യൂദ 1 വായിച്ച്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിതാവാൻ ദൈവത്തെ സ്നേഹിച്ചു. ഞാൻ പണ്ടിതോടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെയല്ല, തിരുവനന്തപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം നിയോഗമുള്ളതുകൊണ്ട് പറയാം. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക് മാനവകുലം തിരിച്ചു വരുന്നതാണ്. ഞാൻ തെളിയിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട്. ആദാമാരായിരുന്നു എന്നൊക്കെ. ഒന്നും കൂടെ ആവർത്തിച്ചത് വന്നുകൊണ്ട് പറയാം. 5 ദിവസത്തെ സൃഷ്ടിപ്പിൽ ആ സൃഷ്ടിപ്പിനെല്ലാം കണ്ടിട്ട് മനുഷ്യൻ പോയി. 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യൻ പോയത് ഹൈ ബ്യൂട്ടിഫുൾ, അടുത്ത പ്രാവശ്യം ഇവിടെ തന്നെ പറയണം എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും അവൻ അവനിലേക്ക് നോക്കുന്നില്ല. ദാവീദ് ഒരിക്കൽ അവനെ ഒന്ന് നോക്കി. 3 വഴി ഊട്ടിക്ക് പോകാതെ, അല്ലെങ്കിൽ യെരൂശലേമിലെ താഴ്വരകൾ കണ്ട് ഹൈ ബ്യൂട്ടിഫുൾ എന്ന് പറയാതെ തന്നെ നോക്കിയപ്പോൾ അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, നീ ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചു. ദൈവസൃഷ്ടിയുടെ ഏറ്റവും മനോഹര മകുടം ചൂടി നിൽക്കുന്നത് മനുഷ്യനാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഭയങ്കരത്വം മനുഷ്യനാണുള്ളത്, അതിശയം സൃഷ്ടി മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം എന്നാ? അതാണ് ലൂക്കോസിലും മർക്കോസിലും ഒക്കെ എഴുതി വെച്ചിട്ട് കൈനാൻ എനോശിനെ ഏൽപ്പിച്ചു. കൈനാൻ എനോശിൻ്റെ മകൻ, എനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാമിനും ദൈവവും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര ബന്ധമായിരുന്നു. അതിനെ സാത്താൻ ചതിച്ച് ദൈവപിതാവിൽ നിന്ന് പുത്രനെ പാപത്തിൽ കൂടെ ദൂരേക്ക് അകറ്റിക്കളഞ്ഞിട്ട് അവൻ പാപത്തിൻ്റെ ശമ്പളമെന്ന മരണത്തിലേക്ക് നടത്തി അടുപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ മകൻ എന്ന പദവിയിൽ നിന്ന് ആദാം അകന്നു പോയപ്പോൾ അവൻ വിണ്ണിൽ നിന്നൊരു മകൻ പിന്നെയും താഴേക്ക് വന്നിട്ട് ഏകജാതനായ പുത്രനിൽ കൂടെ നശിച്ച മക്കളെ മുഴുവൻ തിരിച്ച് തന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് മക്കളെന്ന പദവിയിലേക്ക് കൊണ്ടിരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹമാണ് കാൽവരി ക്രൂശിൽ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മരണം, കഷ്ടാനുഭവം. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ യോഗത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തുകൾക്കും അകപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അടുത്ത നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. സ്നേഹിത, മരണം കൊണ്ട് ഇവിടെ ഒന്നും അവസാനിക്കുകയല്ല. മരണത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. അത് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ് രക്ഷയുടെ സന്ദേശം. അവൻ യേശുവിന്റെ രക്തം സകല പാപക്കറകളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. രാത്രി നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി സംവാദിക്കുകയാണ്. ആത്മഹത്യ അല്ല ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം. രക്ഷ നേടുക. രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം, പണം മുടക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു ദൂരവും നടക്കണ്ട. നീ ഇരിക്കുന്നത് ഇപ്പോൾ മരച്ചുവട്ടിലാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിന്റെ മരച്ചുവട്ടിൽ ഇറങ്ങി വന്ന് നിന്റെ പാപങ്ങളെ കഴുകി
നിന്നെ യേശുവിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ മാർഗമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല, വേറൊരു ദൈവമില്ല. യേശു മാത്രം രക്ഷിതാവ്. സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ അവൻ വിളിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞല്ലേ. ഹല്ലേലൂയ. ഞാൻ തിരികെ വരുന്നു. അപ്പം ദൈവം മുറിച്ചു കളയും പക്ഷപാതം രണ്ടു വശത്ത്. നമുക്ക് വേണ്ടി പക്ഷപാതമുണ്ട്. നമ്മളിൽ ഒരാൾ തെറ്റ് ചെയ്താലും മടങ്ങി വരാനുള്ള വഴിയുണ്ട്. പാപം ചെയ്ത് പോകരുത്. മനുഷ്യനാണ്, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് സമ്മതിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണെന്നറിയോ? സമ്മതിക്കില്ല. ദൈവം വിടില്ല. ദൈവം തിരിച്ചു പിടിക്കണമെങ്കിൽ സമ്മതിക്കുന്നവരെ മാത്രമേ തിരിച്ചു പിടിക്കൂ. എൻ്റെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാണ്, പക്ഷെ നീ സമ്മതിക്കണം. ധൂർത്തുപുത്രൻ്റെ ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നേ? അത് ഞങ്ങളാരും പ്രസംഗിച്ചല്ല, ഡയറക്റ്റ് കർത്താവ് ഭൂമിയിൽ എന്ന് പറഞ്ഞതാണ്. അപ്പം അവിടെ ഒന്ന് ശരിക്കും ആത്മാവിലൊന്ന് അപഗ്രഥിച്ചേ. ധൂർത്തുപുത്രൻ പന്നിക്ക് തീറ്റയും കൊടുത്ത് വാളവരെയും തിന്ന് അവിടെ അവൻ അസ്തമിച്ചിരുന്നെങ്കിലുള്ള സ്ഥിതി തന്നെ. ധൂർത്തുപുത്രൻ തിരിച്ചു വന്നില്ല. അങ്ങനെ നീ മറുവശം ചിന്തിക്കണം. ആത്മാവിലൊന്ന് ചിന്തിച്ചേ. ബോധം ഉണ്ടെങ്കിൽ ബ്രദറുകാരൻ, അവൻ അവിടെ ആയിരുന്ന സമയത്തെക്കുറിച്ച് അപ്പൻ അവതരിപ്പിക്കുന്ന ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, മരിച്ചെന്ന് ഉറപ്പിച്ചപ്പൻ തിരിച്ചു വന്നവനോട് പറയും, ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കും. വന്നതുകൊണ്ടാണ് ജീവിച്ചത്. വന്നില്ലായിരുന്നെങ്കിലോ? അവൻ ആ വലിയ ധനികനായ മനുഷ്യൻ്റെ പന്നിയെ തീറ്റിച്ച് പന്നിക്ക് കൊടുക്കുന്ന വാളവരെയും തിന്ന് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാതെ ആ ദരിദ്രൻ്റെ പന്നിക്കൂടിൻ്റെ വാതുക്കലാവൻ്റെ, ആ സമ്പന്നൻ്റെ പന്നിക്കൂടിൻ്റെ വാതുക്കലാവൻ്റെ മരണമെങ്കിൽ സമ്പന്നനെ എന്നറിയോ? മുനിസിപ്പാലിറ്റിയെ വിളിച്ചിട്ട് പറയും, ഇവൻ എവിടെ നിന്ന് വന്നതാണെന്നൊന്നും അറിയത്തില്ല. ഒരിക്കൽ എൻ്റെ വീടിൻ്റെ വാതുക്ക വന്ന് മുട്ടിയിട്ട് ചോദിച്ചു, എനിക്ക് ഒരു ജോലി തരണം എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാനങ്ങ് ജോലി കൊടുത്തു. എൻ്റെ അഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇവനെ മുനിസിപ്പാലിറ്റി അങ്ങ് അടക്കണം. ധൂർത്തുപുത്രൻ്റെ കാര്യം ഇവിടെ എഴുതില്ലായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു രീതിയിൽ ആ രംഗം അവതരിപ്പിക്കും തോന്നിയാണ്. അവനൊരിക്കലും അപ്പൻ്റെ വീട്ടിലേക്ക് പിന്നെ വരത്തില്ല. പക്ഷേ അവൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു. സുബോധം വന്നെന്ന് എഴുതിയിരിക്കുന്നത്. മാനസാന്തരപ്പെടുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് പാപത്തെക്കുറിച്ചുള്ള സുബോധമാണ്. ഒരുത്തൻ പാപം വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധം പോയെന്ന് അർത്ഥം. ബോധം പോയവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, ബോധമുള്ളവരെ കൊണ്ടുപോകാൻ. സ്തോത്രം. ഇനി നമ്മുടെ അവസ്ഥ പറയാം. ഒരാക്സിഡൻ്റ് ഉണ്ടായി, ഒരാൾ കോമാ സ്റ്റേജിൽ കിടക്കുക. വൈദ്യശാസ്ത്രം പറഞ്ഞു കോമാ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മിണ്ടത്തില്ല, എഴുന്നേക്കത്തില്ല, പക്ഷെ ജീവനുണ്ട്. എഴുന്നേക്കത്തില്ല, കിടക്കെ തന്നെ എല്ലാവരും ചെയ്യും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അമ്മ പറയുന്നത് ഞാൻ കേട്ടത്. യോബിച്ച മോനെ എന്നോട് പറഞ്ഞു, എന്നെ ഒരു മകനെ തുല്യം സ്നേഹിക്കുന്ന ഒരു മാതാവ് പറഞ്ഞു, യോബിച്ച മോനെ പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനാ അമ്മച്ചി ഇങ്ങനെ കിടന്നിട്ട് എന്നെ എടുക്കാനാണ്? ദൈവം ഇങ്ങനെ കിടത്താതെ ജീവനെ എടുക്കാൻ പറ. കണ്ടോ, ആ അമ്മ മടുത്തു. കോമാ സ്റ്റേജിൽ അബോധാവസ്ഥയിൽ പോലും വീട്ടിൽ കിടന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടുകാർ തന്നെ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ചത്ത തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ജീവനുള്ളവരെ ചേർക്കാനാണ് കർത്താവ്. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ ജീവനെ കൊടുത്തത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞട്ടെ. തെറ്റിച്ച് കളയുന്ന ഇത്തരത്തിലെ ഉപദേശങ്ങൾ ഇന്ന് കാട്ടുതീ പോലെ നവമാധ്യമങ്ങളിൽ കൂടെയൊക്കെ പടർന്നുകൊണ്ടിരിക്കുക. യൗവനക്കാർ ഒത്തിരി പേരുന്ന് നവമാധ്യമത്തിൽ വചനം സംസാരിക്കുന്നവരുണ്ട്. അതൊന്നും നിങ്ങളെ കുരുക്കിലേക്ക് വിടരുതേ, പാപം ചെയ്യരുത്.
നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ സ്വന്തം ജീവനെ അർപ്പിച്ച് നമ്മെ തൻ്റെ രക്തം കൊണ്ട് കഴുകിയത് നമ്മൾ പാപം ചെയ്യാതിരിക്കാനാണ്. എങ്കിലും അഥവാ നമ്മളിൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, അതാണ് യോഹന്നാൻ 1:2 വായിക്കുന്നത്. 2 പക്ഷപാതത്തിൻ്റെ വശം അവിടെ കാണുന്നു. വായിച്ച ഒന്നും കൂടെ 1 മുതൽ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ആരാ ഈ ഒരുത്തൻ? രക്ഷിക്കപ്പെട്ടവരിൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന നിന്നെ മുൻപ് നീതീകരിച്ച നീതിമാൻ എന്ന യേശുക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ 2 പേരിലാണ് അവതരിപ്പിക്കുന്നത്. 1 നീതിമാൻ, 2 കാര്യസ്ഥൻ. അപ്പം വേറൊരു പുള്ളിയും കൂടെ കാര്യസ്ഥനായി ഇപ്പോൾ നിൽപ്പുണ്ട് സഭയിൽ, പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു എന്ന നീതിമാൻ കാര്യസ്ഥനാണെങ്കിൽ നിന്നെ നയിക്കാൻ ഇപ്പോൾ നിന്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവും കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ എന്ന ആത്മാവിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. 2 കാര്യം കർത്തർ തമ്മിൽ ഇടപെടും. ആരോടെ? പിതാവിനോട്. അത് കാണിക്കാം. നമുക്ക് മാത്രമല്ല എന്ന് തെളിയിക്കാൻ പോകും. വായിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവിടെ എടുത്തു പറയാ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് എന്താണ്? അത് സഭയിൽ രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്. നീ പാപം ചെയ്താൽ ഇനി ചെയ്ത് തുടർന്ന് പോകരുത്. ഏറ്റവും പറഞ്ഞു ഉപേക്ഷിച്ച് മടങ്ങി വന്ന് ക്ലിയറായി നിൽക്കണം. വരവ് വരെയും ആഴ്ച ചെയ്തിട്ട് വന്നിട്ട് കർത്തൃമേശയുടെ ഒന്ന് ശുദ്ധീകരിക്കുന്ന കാര്യമല്ല പറഞ്ഞ് അവരെയൊക്കെ ദൈവം വെട്ടിക്കളയും. ഈ വാക്യം വെച്ചുകൊണ്ട് എല്ലാ ആഴ്ചയിലും പാപം ചെയ്ത് പിന്നെ കർത്തൃമേശയുള്ളൊന്ന് പ്രത്യേക ശുദ്ധീകരണം നടത്തി പിന്നെയും അടുത്ത ആഴ്ച കർത്തൃമേശയുള്ള ദിവസം വരെ തോന്നിവാസം ജീവിച്ചിട്ട് വന്ന് ദൈവം അടിച്ച് നിന്നെ നിരപ്പാക്കും. ഇവിടെ പറയുന്ന നിത്യജീവന്റെ വില അത്ര വലുതായോണ്ടാ. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇവിടെ സംസാരിക്കുന്നത്. അഥവാ ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കാനുള്ള വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുക. യൂദായുടെ ലേഖനത്തിൽ നിന്ന് ഇനിയും പറയാൻ ഞാൻ അത് തെളിയിച്ചു തരാം. ഇതിപ്പോൾ താഴോട്ടൊന്ന് വായിച്ചേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക്, അവിടെ നമ്മളെന്ന് പറഞ്ഞത് സഭയാണ്. സഭയിൽ ഒരുത്തൻ തെറ്റിപ്പോയാൽ അവൻ ലംഘനം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വന്നാൽ, അപ്പം തന്നെ ലംഘനം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ സഭയ്ക്ക് നടപടിയെടുക്കാനുള്ള അവകാശവും കൂടെ ഉണ്ട്. അതും കൂടെ ഓർത്തോണം. സഭയിലെ മൂപ്പനെ പാസ്റ്റർക്ക് വചനപ്രകാരം പാപം ചെയ്ത വ്യക്തി പരസ്യമായി പാപം ചെയ്തെന്ന് അറിഞ്ഞിരിക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ കളക്ടറാണെങ്കിലും അദ്ദേഹത്തിനെ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി ചില നാളുകൾ ഇരുത്താൻ വചനം പറയുന്നുണ്ട്. അപ്പം നീ കലിക്കരുത്. അപ്പം നീ നേരെ ചാടി എഴുന്നേറ്റ് മറ്റവരാരും പിടിക്കപ്പെട്ടിരുന്നില്ല, എന്നെ പിടിച്ചു, അവരെ പിടിക്കുന്നതാണ്, നീ മടങ്ങി വാ, മറ്റവരവിടെ ഇരിക്കട്ടെ, അവനെ ദൈവം കൈകാര്യം ചെയ്യും. രക്ഷ വ്യക്തിപരമാണ്. ആരെങ്കിലും പിടിക്കപ്പെടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം മുഴുവൻ എണ്ണത്തെ കൈകാര്യം ചെയ്യും. ഇനി അവസാനം ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവനും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം അവൻ്റെതെല്ലാം നിരത്തി മുമ്പിൽ വെച്ചിട്ട് അവനെ കൃത്തായിക്ക് പിടിച്ച് നരകത്തിൽ തട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിക്കുന്നതിന് പറയുന്ന ഭാഷ കേട്ടോ. സ്വതന്ത്രം പിടിച്ച് നരകത്തിൽ തട്ടും. രക്ഷഭദ്ര എന്ന് പറഞ്ഞ് പാപം ചെയ്ത് നടക്കരുത്, ചെയ്യാതിരിക്കാനുള്ള റൂട്ട് അവിടെ എഴുതി വെച്ചിരിക്കും. വ്രതജൻ ചിന്താഗതിയുള്ളവർ അന്നേ ഉള്ളത് കൊണ്ടാണ് ഈ യോഹന്നാൻ്റെ ലേഖനം 1 എഴുതേണ്ട വന്നത്, 1-ാം ലേഖനം എഴുതേണ്ട വന്നത്. പാപം ചെയ്താലും ഞാൻ പറയട്ടെ, ബ്രദറുകാരുടെ ആശയം തന്നെയാണ് ഇവിടെ ജോൺ ലോറൻസും സജിത്തും ഒക്കെ പ്രസംഗിച്ചത്. അതെ, ബ്രദറുകാർ പറയുന്ന അതേ കാര്യമാണ് പറഞ്ഞു. കൃപയിൽ നിന്ന് വീണാൽ കൃപയിലോട്ടേ വീഴത്തുള്ളൂ. അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? എന്നിട്ട് എന്തിയാ കൃപയിൽ നിന്നവർ? ഇപ്പം മനസ്സിലായില്ലേ? കൃപയിൽ നിന്ന് വീണാൽ വേറെ വന്നിടത്തേക്ക് തിരിച്ചു പോകേണ്ട വരുമെന്ന്. എബ്രായ ലേഖനം എഴുതിയത് തന്നെ വന്നിടത്തേക്ക് തിരിച്ചു പോകാതിരിക്കാനാണ്. ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ പഠിപ്പിച്ച് ജനത്തെ വഞ്ചിച്ച്, ഞാൻ അവരുടെ പേര് ഇപ്പം പറഞ്ഞത് അവർ പോയതുകൊണ്ട് അവരുടെ പേരൊക്കെ പറഞ്ഞു നിർത്തി. അവരുടെ വണ്ടിയിൽ കയറി പോയിട്ടോ. സ്വതന്ത്രം
അവർ പോയി, അവർ പ്രസംഗിച്ച പോലെ തന്നെ അവർ വീണു, അവർ പോയി. അതിൽ ഉഗ്രം പുള്ളികൾ ഇപ്പോഴും നിൽപ്പുണ്ട് നമ്മുടെ ഇടയ്ക്ക്. പതുക്കെ ദൈവം കൈകാര്യം ചെയ്യും. സ്വർഗത്തിൽ പോകാൻ വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായി ലോകം ഇടിഞ്ഞളകി വന്നാലും വ്യക്തിപരമായി കർത്താവിന് വേണ്ടി നിന്നു. കർത്താവ് വരാറായി. തീരുമാനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിച്ചോണം, ഉറച്ചു നിന്നോണം, വഴി സൂക്ഷിച്ചോണം, നിന്നെ തന്നെ ശക്തീകരിച്ചോണം, കോട്ട കാത്തോണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നമ്മളിൽ ഒരാൾ പാപം ചെയ്താൽ മടങ്ങി വരാം, മാനസാന്തരപ്പെട്ടാൽ രക്ഷ അവിടെ ഉണ്ട്. പക്ഷേ ശിക്ഷ കിട്ടും. ശിക്ഷ ഇനി ക്രിസ്തുവിൻ്റെ ശരീരത്തിലല്ല, അതും കൂടെ ഓർത്തോണം. രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്തിട്ട് മടങ്ങി വന്നാൽ ദൈവം ക്ഷമിക്കും, പക്ഷേ ശിക്ഷയുണ്ട്. അത് അവരവരുടെ ശരീരത്തിൽ തന്നെയാണ്. സ്തോത്രം. പാസ്റ്റർ ജോബി ടി അലക്സ് ഇന്ന് രാത്രി ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പോയി പാപം ചെയ്താൽ, ഈ വചനം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിലവിളിച്ച് മടങ്ങി വരിക, കർത്താവേ ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ഞാൻ തിരിച്ചു വരുന്നു, ഇനി ചെയ്യത്തില്ലെന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. ശരി, കർത്താവ് എന്നെ അംഗീകരിക്കും. പക്ഷേ നീതിമാനും സ്നേഹവും നീതിയും ഒരുപോലെ വെളിപ്പെടുത്തുന്നവനാ ദൈവം. നീതിയിൽ ശിക്ഷയും സ്നേഹത്തിൽ തിരിച്ചെടുപ്പും. അതാ ക്രൂശ്. നീതിയും സ്നേഹവും ഒരുപോലെ പ്രദർശിക്കപ്പെട്ട ഒരു സ്ഥലമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ്. രണ്ടും ഒരുപോലെ നടന്നത് ക്രൂശിലാണ്. മാനവരാശിയുടെ മുഴുവൻ പാപത്തിന് ശിക്ഷ ദൈവം വിധിച്ചു. പക്ഷേ അത് മാനവരാശിയുടെ മേലല്ലായിരുന്നു, പുത്രന്റെ മേലായിരുന്നു. അപ്പോൾ തന്നെ നീതി തന്നിൽ നിന്ന് സകല മാനവരാശിയിലേക്ക് അവൻ വായിച്ചു. തൻ്റെ രക്തം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നീതീകരണം സൗജന്യമായി നടത്തി. ഇതാ വേദപുസ്തകത്തിൻ്റെ റൂട്ട്. പുതിയ നിയമസഭയ്ക്ക് പ്രധാനമായും 3 ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. നീതീകരണം സൗജന്യമാണ്. വിശുദ്ധീകരണം നമ്മൾ നടത്തേണ്ടതാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിലും വചനത്തിലും കൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ട ഡ്യൂട്ടി നമുക്കുള്ളതാണ്. വിശുദ്ധീകരണത്തിൽ ദൈവത്തിന് പങ്കുണ്ടോ? ഉണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ബോധം വരുത്തും. ഒരു തെറ്റ് ചെയ്താൽ ഇത് ചെയ്യരുത്, ഇതിൽ നീ വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവോടെ വചനം ഇടപെടും. ഇത് രണ്ടും ഇടപെടുമ്പോൾ വീണ്ടും നമ്മൾ കരയും, കർത്താവേ വചനത്താലും ആത്മാവിനാലും അങ്ങയുടെ ക്രൂശിലെ രക്തം കൊണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ കഴുകണമേ. കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘവർഷങ്ങൾ രക്ഷിക്കപ്പെട്ടവർ വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് സഭയ്ക്കകത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നെന്ന് കരഞ്ഞുകൊണ്ട് പറയുക. നമുക്കിതൊക്കെ തമാശയായിട്ട് തോന്നി. അങ്ങനെ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ഞായറാഴ്ചയും പറഞ്ഞാൽ നല്ലതാണ്. രക്ഷ നീ നിന്നിൽ തന്നെ ഉറപ്പിക്കപ്പെടണം. നമ്മൾ ഓർത്തിക്കുന്നത് ഒരിക്കൽ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് യേശുവേ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷകൻ്റെ നാഥനുമായി സ്വീകരിക്കുന്നു, എന്നെ മകനായി അല്ലെങ്കിൽ മകളായി കൈക്കൊള്ളണേ, കർത്താവേ എൻ്റെ പാവങ്ങളെ കഴുകിക്കളഞ്ഞേ, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇരിക്കുക പോകാൻ. യാതൊരു കുറ്റത്തെക്കുറിച്ചും നിനക്ക് ബോധം വരുന്നില്ലെങ്കിലും നീ നീതിമാനാകുന്നില്ല എന്നാ വചനം പറയുന്നത്. നീ എത്ര ചികഞ്ഞിട്ടും നിനക്കൊരു പാപത്തെക്കുറിച്ചും ചിന്ത വരുന്നില്ലെങ്കിലും നീ നീതിമാനാകുന്നില്ല. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള വചനം എത്ര ശ്രേഷ്ഠമാണ്. നീതിമാൻ ഇനി തന്നെത്താൻ വിധികരിക്കട്ടെ. അഴുക്കുള്ളവൻ
എവിടെ? അവയ്ക്കകത്ത് അഴുക്കുള്ളവൻ. ഇത് രണ്ടിലും വരുന്നില്ലെങ്കിൽ അവൻ അഴുക്കാടിക്കോട്ടെ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല അവനെയും പ്രതിഫലം മാറ്റിയിട്ട് അവനെ ഞാനങ്ങ് കൊണ്ടുപോകാൻ നല്ല ബ്രദറുകാരെ. എൻ്റെ പൊന്ന് ബ്രദറെ, നീ മാനസാന്തരപ്പെടും. അതുകൊണ്ട് നിന്നെ ഏറ്റവും കൂടുതൽ ബ്രദറെ എന്ന് വിളിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടാൻ സ്വതന്ത്രം. ഇപ്പം വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. പക്ഷപാതത്തിൻ്റെ രണ്ടു വശം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവിടെ എടുത്തു പറയാണ് യോഹന്നാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുന്നു. അടുത്തത് കേട്ടോണേ. നമ്മുടേതിന് മാത്രമല്ല. പുറത്തോട്ട് പോയി. സഭയുടെ മാത്രമല്ല, നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. രക്ഷിക്കപ്പെടാൻ ലോകത്തിൽ ഇനി ആരൊക്കെയുണ്ടോ അവരുടെ കൂടെ വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ പറയാം? പാപിയായി ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ഒരു ആക്സിഡന്റിലേക്ക് പോകുമ്പം അവനെ മരണം കൊണ്ടുപോകാതെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നത് പുത്രൻ അവന് വേണ്ടി ഒരു അവസരം പിതാവിനോട് ചോദിക്കുന്നത് കൊണ്ടാണ്. രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടി മാത്രമല്ല അവൻ പക്ഷപാതം ചെയ്യുന്നത്. അവൻ രക്തമൂറ്റിയത് മുഴുവൻ ജനതയ്ക്കും വേണ്ടിയായതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല. അത്ര ക്ലിയറായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. സ്നേഹിതോ, യേശുവിനെ പരിഹസിക്കുന്ന, യേശുവിന്റെ ആരാധനയെ പരിഹസിക്കുന്ന, സഭയ്ക്കെതിരെ പണി നടത്തുന്ന, പൈശാചിക പണി നടത്തുന്ന നീയും മരണത്തിൽ നിന്ന് മാറിപ്പോകുന്നത് യേശു നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിനക്ക് നിത്യത തരാൻ അവൻ നിനക്കും കൂടെ പക്ഷപാതം ചെയ്യുക. അതാണ് യോഹന്നാൻ പറഞ്ഞത്, നമ്മുടേതിന് മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെയും. ഇന്ന് രാത്രിയിലും ഈ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് ചീത്ത പറയുന്ന, ഈ യോഗത്തിനെ പരിഹസിക്കുന്ന നിനക്കും വേണ്ടി യേശു ഇന്ന് രാത്രി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളെ ഇവിടെ അയച്ചത്. നിന്റെ രക്ഷ നിന്റെ സമീപം വന്നിരിക്കുന്നു. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. രക്ഷയ്ക്ക് ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രമാണ്. വേറൊരു വഴിയില്ല, വേറൊരു വഴിയില്ല, വേറൊരു വഴിയില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം ഞാൻ ആ യൂദായുടെ ലേഖനത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ട വിധം ഒന്ന് പറഞ്ഞിട്ട് സ്വോത്രകാഴ്ചയ്ക്ക് സമയം കൊടുക്കും. യൂദായുടെ ലേഖനത്തിൽ 1-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടു. 2-ാം ഭാഗം പുത്രനായ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. ആര് സൂക്ഷിക്കണം? നാം നമ്മെ തന്നെ യേശു ക്രിസ്തു എന്ന മണവാളന് വേണ്ടി മണവാട്ടി പദവി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ തനിക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടണം. ഒരു കല്യാണം കഴിക്കാൻ ഒരു ചെറുക്കം വന്നൊരു പെണ്ണിനെ കണ്ടാൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ ചെറുക്കൻ ഇഷ്ടപ്പെട്ടു, അവർ വീട്ടിൽ പോയിട്ട് 4 മണിക്ക് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞു ഇഷ്ടപ്പെട്ടു, നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് പറയുമ്പോൾ അമ്മ പതുക്കെ, ബോധമുള്ള അമ്മയാണെങ്കിൽ പെൺകൊച്ചിനെ വിളിച്ചിട്ട്, എടി വളരെ സൂക്ഷിച്ച് നീ ജീവിച്ചോ. കാരണം ഒരാൾക്ക് വേണ്ടി നീ നിന്നെയും നിനക്ക് വേണ്ടി അവൻ അവനെയും ഇഷ്ടമെന്ന വാക്കിൽ കൂടെ വാക്ക് കൈമാറിയിരിക്കുക. നിശ്ചയിക്കപ്പെട്ട ദിവസം എൻഗേജ്മെന്റ് വരുന്നു, എൻഗേജ്മെന്റ് നടക്കുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്ന് രാത്രിയിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പെൺകുട്ടിയോട് പറയും, കല്യാണ ദിവസം നിന്നെ പിടിച്ചവൻ്റെ കൈ കൊടുക്കുന്ന, അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭാഷണം, പിടിച്ച് കൊടുക്കുന്നതും വരെ ദയവ് ചെയ്ത് നീ സൂക്ഷിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അത് തന്നെത്താനാ സൂക്ഷിക്കണം. തന്നെത്താൻ സൂക്ഷിച്ചാൽ അവിടെ പറയുന്നു. അപ്പൊ തന്നെ 21-ാം വാക്യം മുതൽ വായിച്ചു, 20-ാം വാക്യം മുതൽ വായിച്ചു. യൂദാ 20 അടുത്ത സൂക്ഷിക്കും. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും, രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് തന്നെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീയ വർധന വരുത്തിയും, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, തോന്നുന്ന പോലെ പ്രാർത്ഥിച്ചല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും,
നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തു സൂക്ഷിക്കുന്നല്ല, നിങ്ങൾ ഇത്രയും കാര്യം ചെയ്ത യേശുക്രിസ്തുവിനായി നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ ഈ രണ്ട് സൂക്ഷിപ്പ് നടന്നാൽ 23 സൂക്ഷിപ്പ് ദൈവം ചെയ്യുമെന്നാ പറഞ്ഞ് വായിച്ച 23. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ആര് സൂക്ഷിക്കും? മുകളിലത്തെ രണ്ട് സൂക്ഷിപ്പ് തന്നെത്താൻ സൂക്ഷിച്ചവനെ ദൈവം സൂക്ഷിക്കുമെന്ന്. അങ്ങനെ രണ്ട് സൂക്ഷിപ്പില്ലെങ്കിൽ പിന്നെത്താൻ അറിയും, അത് നരകത്തിലായിരിക്കും. അതുകൊണ്ട് അബദ്ധ പഞ്ചാംഗം ഒന്ന് അടിച്ച് ജനത്തെ പറ്റിക്കരുത്. ലൂസിഫറിൻ്റെ ആത്മാവ് കയറി രക്ഷഭദ്രമായി ഇനി പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ഭോഷ്കിന്റെ ആത്മാവിന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം ജനം. പുത്തൻ തലമുറയെ പാപത്തിലേക്ക് വലിച്ചിരിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ദുരാത്മാവുള്ളവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, യേശു വരുന്നത് പാപികളെ ചേർക്കാനല്ല, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിന്നെ എന്തിനാ അവിടെ അപ്പച്ചന്മാര് പാടിയത്? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. എന്തിനാ ഇങ്ങനെ പാടിയത്? നീ തട്ടിപ്പോകാതിരിക്കാൻ, കാരണം അവൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കുകയാണെങ്കിൽ നീ തികയ്ക്കേണ്ടത് വിശുദ്ധിയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശേഷം സ്വോത്ര വഴിപാടെടുത്തതിന് ശേഷം പ്രസംഗം തുടരുന്നതാണ്. അതിനായി വേണ്ടപ്പെട്ടവരെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് നൽകുന്ന നന്മകൾ ചെലവിടാനുള്ള സമയമാണ്. അമ്മേ പ്രാർത്ഥനയോട് ഹല്ലേലൂയ പ്രാർത്ഥനയോട് നമുക്കായിരിക്കും. അപ്പോൾ വേദപുസ്തകത്തിലെ പ്രധാന ഇമ്പോർട്ടൻ്റ് വിഷയമാണ് രക്ഷ. അതിനെക്കുറിച്ചാണ് അവരിവിടെ ചോദിക്കുന്നത്. അതിൽ ചില ഭാഗങ്ങളാണ് നിയോഗത്താൽ ഇവിടെ സംസാരിച്ചത്. നമുക്കിനി തിരിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ പോകാം. അവിടെ നിന്നാണല്ലോ ഇതിലേക്ക് കണക്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നത്. ചോദ്യം ചോദിച്ച് ശുശ്രൂഷിക്കുന്ന അക്കാലത്തെ അപ്പോസ്തലന്മാരോട് ചോദിക്കുക. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു കുത്തുകൊണ്ടു? എന്ത് കേട്ടിട്ടെ? ഒറിജിനൽ യേശുവിനെ, ഒറിജിനൽ സുവിശേഷത്തെ, ഒറിജിനൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ആരുടെ ഹൃദയത്തിലാണ് കുത്തുകൊണ്ടത്? അതിനി ദേശത്തോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരിക. ആരുടെ ഹൃദയത്തിലാണ് കുത്തുകൊണ്ടത്? എന്ത് പറഞ്ഞപ്പോഴാണ് കുത്തുകൊണ്ടത്? പറഞ്ഞപ്പോഴെന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്നലെ വായിച്ച വേദഭാഗങ്ങളുടെ ചില ഭാഗങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആത്മാവിൽ നിയോഗം തരുന്നു. ആമേൻ. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെയുള്ള വാക്യം പിന്നെയും വായിക്കാം. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആവർത്തിക്കുന്നു, പെന്തിക്കോസ്ത് സഭ എന്ന് പറഞ്ഞൊരു സഭയില്ല. അത് അന്യഭാഷ സംസാരിച്ചതുകൊണ്ട് നമ്മെ വിളിക്കുന്ന, നാം തന്നെ അത് അംഗീകരിക്കുന്നതുമായ ഒരു നാമം മാത്രമാണ്. ദൈവത്തിന് പെന്തിക്കോസ്ത് സഭ എന്നൊരു സഭയില്ല. ദൈവത്തിന് ദൈവസഭ എന്ന് പറയുന്ന സഭ മാത്രം, ഒറ്റ സഭയുള്ളൂ. ലാസറച്ചാൻ്റെ ഭാഷയെ പറഞ്ഞാൽ 1.25 ഒറ്റ സഭയും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ സഭയും. പക്ഷേ അപ്പോൾ പിന്നെ ഇവിടെയെല്ലാം നിങ്ങൾക്ക് പാസ്റ്റർ പുറത്ത് നിൽക്കുന്ന ചോദിക്കും, പാസ്റ്റർ നിങ്ങളും പിന്നെ IPC, ചർച്ച ബോർഡ്, AG, ഷാരോ, ന്യൂ ഇന്ത്യ, ഇന്ത്യ ഇതെല്ലാം ഇങ്ങനെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞുതരാം. അത് തുടങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞുതരാം. അതൊക്കെ ഉണ്ട്. അത് സഭയല്ല, സഭയുടെ ഒരു ഭാഗമാണ്. സഭ ഒന്നേ ഉള്ളൂ, സഭയ്ക്കൊറ്റ ഇടയനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്.
അതൊന്ന് അല്പം കൈകാര്യം ചെയ്യേണ്ട വിഷയം. സഭയുടെ 2 വശം. ഒന്ന് അദൃശ്യ സഭ, 2 ദൃശ്യസഭ. ദൃശ്യസഭ എന്ന് വരുമ്പം ബഹുവചനം ഉപയോഗിക്കാം. സഭകൾ. അങ്ങനെ തെളിവ് പുസ്തകത്തിൽ തന്നെയുണ്ട്. റോമ സഭ, കൊരിന്ത്യ സഭ, എഫേസ്യ സഭ, ഗലാത്യ സഭ, ഫിലിപ്പ്യ സഭ, ഗലാത്യയിലുള്ള സഭകൾ. അങ്ങനെ കൊടുത്തിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് തലയ്ക്ക് ചൂടടിച്ചപ്പോൾ പറയുന്നതല്ല. ഗലാത്യ ലേഖനം 1:1 കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച്. അപ്പം സഭകളുണ്ടോ എന്ന് ചോദിക്കാം. കാണുന്ന മണ്ഡലത്തിൽ സഭകളുണ്ട്. വായിച്ചു. ഗലാത്യർ 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹേല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഗലാത്യ സഭയ്ക്കല്ല, ഗലാത്യ സഭകൾക്ക്. കാണുന്ന ഭൂപ്പരപ്പിൽ ഒരു ദേശത്ത് തന്നെ നിരവധി സഭകളുണ്ട്. അതിനെ വിളിക്കുന്നത് ദൃശ്യസഭയെന്ന്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടം നിൽക്കുന്ന ദൃശ്യമണ്ഡലമുണ്ട്. അതാണ് IPC, ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ്, ചർച്ച് ഓഫ് ഗോഡ് റീജിയൻ, ന്യൂ ഇന്ത്യ, ഷാരോൺ. അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരം തല തിരിച്ച് ഇനി ഇടാനൊന്നുമില്ല. അതുപോലെ ചർച്ച. അത് തെറ്റാന്ന് പുസ്തകം പറഞ്ഞിട്ടില്ല. ഇനിയും സഭകൾ ഉണ്ടാകട്ടെ. പക്ഷെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകണമെന്നേ ഉള്ളൂ. ഇനി സഭയോ? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചിതറിച്ചനവധി സഭകളെ ഉണ്ടാക്കിയത് ദൈവവചനം ആദ്യ കർത്താവാണെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ഞങ്ങളെ പറഞ്ഞ് ഒതുക്കാൻ നോക്കണ്ട. സ്തോത്രം. ബൈബിളിലുള്ളത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും ആത്മാവിലും സത്യത്തിലും വേദപുസ്തകത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. കാരണം ഉണ്ടായാലേ ഉള്ളൂ ഭൂമിയുടെ അറ്റം വരെ എത്തത്തുള്ളൂ. നമുക്ക് അതിവിദൂരമല്ലാത്ത തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ല കൊല്ലമാണ്. നിങ്ങൾക്കറിയാമോ, കൊല്ലം ജില്ലയിൽ തന്നെ ഒരു യഥാർത്ഥ ചർച്ച് പോലും ഇല്ലാത്ത എത്ര സ്ഥലങ്ങളുണ്ടെന്ന്. പാലക്കാട് ജില്ലയിൽ, മലപ്പുറത്ത് പല സ്ഥലത്തും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലേ ഒരു സഭ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തോ ഇവിടെ നിന്ന് അടിയുണ്ടാക്കിയാൽ 2 വീടിനപ്പുറം വേറെയാണ്. അവിടെ നിന്ന് അടിയുണ്ടാക്കിയാൽ അടുത്ത സ്ഥലത്ത് തുടങ്ങും. അപ്പം അടിയും പിടിയും ഉണ്ടാക്കുന്നവരൊന്നും മേൽപോട്ട് പോകുമെന്ന് ഓർക്കണ്ട. ഇവിടുന്ന് വഴക്കുണ്ടാക്കി അപ്പുറത്ത് പോയാൽ അവിടെ പ്രശ്നം തീർന്നു അതുവഴി സ്വർഗത്തിൽ പോകാമെന്നും വിചാരിക്കണ്ട. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ദൈവമക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാം. നീ ഉപദേശം തെറ്റായി പഠിപ്പിച്ചാൽ പോലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം, ഇവിടുത്തെ ഉപദേശം വചനമായിട്ട് ശരിയല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആമീൻ, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകാം. വഴക്കുണ്ടാക്കരുത്, കാര്യം പറയുകയും ചെയ്യണം. അപ്പോൾ ആരുടെ മുഖത്ത് നോക്കി കാര്യം പറയണം. അതിന് വേണ്ടി നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ അടിയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ചിലരൊന്നും ചോദിക്കുന്നത് ഇവിടെ അടി ഉണ്ടാക്കിയിട്ട് അപ്പുറേ പോയി കൂടിയാൽ അവിടുത്തെ ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുത്ത സ്വർഗത്തിൽ പോകുന്ന. ഇവിടെ വെച്ച് എല്ലാ ഇടപാടുകളും പരിഹരിക്കപ്പെടണം. സൂര്യൻ അസ്തമിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വെച്ചുകൊണ്ടിരിക്കണം. അതിനാ കർത്താവിൻ്റെ വരവും നമ്മുടെ മരണവും എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ റൂട്ടും ക്ലിയർ ആക്കിയിട്ടേ ഒരു രാത്രി കിടക്കലേക്ക് കയറാവും. ഇനിയിപ്പം നമ്മളൊരാളോട് ചെന്ന് ക്ഷമ ചോദിക്കുക, ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവർക്കാണ് നഷ്ടം. നമ്മൾ ക്ലിയറായി, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ക്ഷമ ചോദിച്ചെങ്കിൽ നമ്മുടെ വശം ക്ലിയറായി. അവനത് തന്നോട് ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടണ്ട. ശരി, ഞാൻ പറയാനുള്ള പറഞ്ഞ്
ഇനി നിങ്ങളുടെ ഇഷ്ടം, ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് നീ സമാധാനത്തോടെ പൊക്കോണം. അന്ന് രാത്രി കാഹളം ഓതിയ നീ പൊക്കോളൂ. ഇനി ചിലരങ്ങ് തീരുമാനം എടുക്കും, എന്നോട് ചെയ്തത് ഞാൻ മരിച്ചാലും എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 14 വർഷം സഭാചാർജ് ഇരുന്ന് സകല നൊമ്പരം അനുഭവിച്ച് ഉപദേശിച്ച് ഇപ്പം വിട്ടിട്ട് 14 വർഷമായി. ഈ 14 വർഷം സഭാചാർജ് ഇരുന്ന് അവസാനം ഞാൻ സഭാശുശ്രൂഷ നിർത്താൻ ദൈവം നിയോഗം തരുമ്പോൾ ആ സഭയിലിരിക്കുന്ന സമയത്ത് ഞാനൊരു വലിയ ചർച്ച, എല്ലാം കൊണ്ടും ബിൽഡിങ്ങും 3-4 നില ബിൽഡിങ്, 5.5 ഏക്കർ കോമ്പൗണ്ട് എല്ലാം ഉള്ള ചർച്ച, പാസനേജ് പ്രത്യേകം. അപ്പോൾ അവിടുത്തെ സഭയുടെ ശുശ്രൂഷകനായിട്ട് അവർ തന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ആത്മാവിൽ നീക്കണം. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു 10,000 രൂപ ഒരു മാസം അന്ന് പാസ്റ്റർക്ക് ഞങ്ങൾ തരും. അത് 2009-10. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സഭാ ശുശ്രൂഷനായിട്ട് വരാൻ നിയോഗമുണ്ട്, പക്ഷേ നിങ്ങളുടെ ശമ്പളം മേടിക്കാൻ എനിക്ക് നിയോഗമില്ല. കാരണം ഞാൻ കൂലിപ്പണിക്കാരനല്ല, സ്വർഗത്തിൻ്റെ പണിക്കാരനാണ്, ശമ്പളം തരണവനാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ 1 രൂപ സ്വോത്രം കഴിച്ച് കിട്ടാൽ അതിൽ നാരങ്ങാവെള്ളം പിഴിഞ്ഞു കുടിച്ചാൽ ചിക്കൻ ബിരിയാണിയേക്കാളും കരുത്ത നാരങ്ങാവെള്ളത്തിന് എൻ്റെ ശരീരത്തിൽ തരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ശമ്പളം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഭയുടെ ശുശ്രൂഷനായി. സഭാ ശുശ്രൂഷയിരിക്കുമ്പം ഇതിൻ്റെ വരാഴികളൊക്കെ എനിക്കറിയാം. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കൊന്നും സഭാചാർജിൻ്റെ വിഷം വരത്തില്ല. 4 സഭ കൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ സ്ഥാപിച്ച് അത് മറ്റുള്ളവർക്ക് കൈമാറി വേല നടത്താൻ ഏൽപ്പിക്കാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെയും സഭാ ശുശ്രൂഷയിട്ടുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് ഇതൊന്നും അറിയാൻ വയ്യാതെ ഞങ്ങൾ മുണ്ടും ഉടുത്ത് വന്ന് പ്രസംഗിച്ചവരാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. കല്ല് ദഹിക്കുന്ന പ്രായത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പട്ടിണി കിടന്നും കർത്താവിൻ്റെ വേല ചെയ്ത ശേഷമായി മൈക്കിൻ്റെ മുമ്പ് വന്നേ. ഞാൻ മാവലൊക്കെ തിന്നിട്ടുണ്ട് വിശന്നിട്ട്. 19 വയസ്സിൽ അപ്പനെ അമ്മയും വിട്ട് കിലോമീറ്ററൊക്കെ അപ്പുറം മൂന്നാറിൽ നിന്നും 54 കിലോമീറ്റർ അപ്പുറം മറയൂരെന്ന് പറയുന്ന ഗ്രാമത്തിൽ, അന്ന് പെന്തിക്കോ സഭയില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് പോയി വേല ചെയ്ത് വനത്തിൽ അകത്തുകൂടെ സഞ്ചരിച്ച് ആത്മാക്കളെ കർത്താവ് തന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന് ഞാൻ മാവല തിന്നിട്ടുണ്ട്. അന്ന് 19 വയസ്സുള്ളൂ, ഇപ്പം 47 വയസ്സായി. സ്വതന്ത്രം. അങ്ങനെ കഷ്ടങ്ങളും പരിശോധനകളും അനുഭവിച്ച ശേഷമായി മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പ്രസംഗം തുടങ്ങി. സ്വതന്ത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും വിചാരിക്കരുത് ഇന്നലത്തെ മഴയ്ക്ക് തന്നെ കിളുത്ത് വന്നപ്പോൾ പ്രസംഗം കണ്ടപ്പോൾ ചാടി കയറിയതല്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രസംഗത്തോടൊന്നും യോജിക്കാത്തത്. ഞങ്ങൾ അനുഭവിച്ചു വന്നവരാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് നേരെ പാൻറ്റും ഷർട്ടും ഇട്ട് അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും എടുത്ത് ഇറങ്ങിയതല്ല. ജീവിതത്തിൽ ഇത്രയും കരുത്ത് പകർന്നത് കഷ്ടങ്ങളാണ്, വേദനകളാണ്, നൊമ്പരങ്ങളാണ്. ഇന്നും നിലനിൽക്കുന്നത് വേദനകളുടെ നടുവിലാണ്. എന്തിനാ വേദന തന്നെന്ന് നമ്മൾ നിൽക്കാൻ, കരുത്തുറ്റ വേദനകൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നത്. സുഖത്തിലും 5 സ്റ്റാറിലും കിടന്നിട്ട് വന്ന് രസിച്ച് പ്രസംഗിക്കുകയല്ലെന്ന്, കരഞ്ഞിട്ട് വന്ന പ്രസംഗം. ഞാൻ ഈ പാടുന്നവരോടും കീബോർഡ് വായിച്ച് പോകുമ്പോൾ ശരിക്കും 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ച ശേഷം സ്റ്റേജിൽ കയറാവും. പാട്ട് പാടുന്നവരോടടക്കം പറയും, ദൈവത്തെ ഉയർത്താൻ വേണ്ടി കയറുന്നെങ്കിൽ കുറഞ്ഞതാ 1 മണിക്കൂറെങ്കിലും പാട്ട് പാടുന്നവനും കീബോർഡ് വായിക്കുന്നവനും അടക്കം പ്രാർത്ഥിക്കാതെ ഇത് കയറിപ്പോകരുത്. ഞങ്ങളൊക്കെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഉറങ്ങാതെ. സ്വതന്ത്രം. മണിക്കൂറുകൾ ദൈവസന്നിധി കൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച ശേഷം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഒന്നും അറിയാൻ മേലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കയറി ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത പാട്ടാണെങ്കിലും കീബോർഡാണെങ്കിലും പ്രസംഗമാണെങ്കിലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ഞാനിവിടെ ഒന്നും അറിയാവുന്നതുകൊണ്ടല്ല, ബൈബിളിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. കൃപയാൽ എവിടെ നിന്നതെല്ലാം പറയും. ഞാൻ പണ്ഡിതനൊന്നുമല്ല, പക്ഷേ പഠിപ്പിക്കാനും കർത്താവ് കൃപ നൽകുക. പൗലോസ് പോലും പറഞ്ഞ ഞാനാകുന്നത് കൃപയാൽ. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം വേർതിരിച്ചുകൊണ്ട് ഒരു വേള ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ ഈ കൺവെൻഷന് പ്രസംഗം കേൾക്കാൻ വന്നുള്ള ആളായിട്ട് ഇവിടെ ഇരിക്കുക. പെട്ടെന്ന് ദേവാസം വന്നതിനോട് പറഞ്ഞു, ദേവാസിന് യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ച ശേഷം ഇവിടെ കയറി പ്രാർത്ഥിക്കും.
അല്ലാതെ ഒരു അവസരം കിട്ടിയ കയറി തകർത്തേക്കാമെന്നും പറഞ്ഞല്ല വരുന്നത്. ദൈവീയ കാര്യങ്ങളുടെ പിൻപിൽ പ്രാർത്ഥനയാണ് ആവശ്യം. അതിന് വേറെ ആരെയും നോക്കണ്ട, കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മതി. ഓരോ ഘട്ടങ്ങളും ശുശ്രൂഷ ചെയ്യുമ്പോഴും രാത്രിയിൽ പോയി ഉറങ്ങുകയില്ലായിരുന്നു, മലയുടെ ചെരുവിൽ പോയിരുന്ന് ഉറങ്ങാതെ പിതാവിനോട് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം കരുത്തുറ്റ ആത്മനിയോഗത്തോടുകൂടിയാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് വന്നത്. ദൈവമക്കളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശത്തൊരു സുവിശേഷമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ദേശത്തെ വിടുവിക്കണമേ, മാനസാന്തരം ഉണർവയക്കണമേ, യഥാർത്ഥ ഉണർവയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായി ദൈവമക്കൾ ഉണരാൻ പരിശുദ്ധാത്മാവ് പറയാൻ നിയോഗം തരുന്നുകൊണ്ട് പറയുകയാണ്. പ്രാർത്ഥനയുടെ നീളം കൂട്ടണം, കണ്ണുനീര് കമേ പകർന്ന് കരയണം. ആമേ സ്വത്രം. ആത്മാക്കൾക്ക് വേണ്ടി കരയണം, വിശുദ്ധി തരാൻ വേണ്ടി കരയണം, കൂട്ടമായി സ്നാനം നടക്കാൻ വേണ്ടി കരയണം. വാചകമടിയല്ല, ആത്മീയം. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ദേശത്തെ വേണ്ടി കരഞ്ഞ് നിങ്ങളുടെ വിഷയം സ്വാഭാവികമായി ദൈവം ചെയ്യും. ഇത് ചുമ്മാ പറയല്ല, ആത്മാർത്ഥ ഹൃദയത്തോടെ പറയും. ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നാളെ രാത്രി തീർന്നിട്ട് വേഗം ഓടിപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി വന്ന വഴി പറഞ്ഞു, കാരണം പോയിരുന്നു പ്രാർത്ഥിക്കണം. സ്വതന്ത്രം. ഈ കൺവെൻഷൻ സ്ഥലത്തോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ചർച്ചിൽ 10 മണി വരെ പഠിപ്പിച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരും രാത്രി ഇങ്ങോട്ട് ഉടനെ പോരാൻ ഒരുങ്ങിയപ്പം പരിശുദ്ധാത്മ പറഞ്ഞു പോകണ്ട, പ്രാർത്ഥിച്ചിട്ട് പോയി. കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ കയറുന്ന രാത്രി 2 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരി വന്ന് വണ്ടി കയറിയാണ് ഈ യോഗ സ്ഥലത്ത്. ഒരു ചെറിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ബുദ്ധിയിൽ നിന്ന് ചെയ്യരുത്, പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടെ വരണം. ദൈവം ദേശത്ത് വലിയ ചെയ്യാൻ പോവുക, നമ്മുടെ ജില്ലയിൽ വലിയത് ചെയ്യാൻ പോവുക, നമ്മുടെ സംസ്ഥാനത്ത് വലിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവുക, ഇന്ത്യയെ ദൈവം ഉണർത്താൻ പോവുക. ലോകരാജ്യങ്ങളിൽ യഥാർത്ഥ റിവൈവൽ, സുവിശേഷത്തിൽ കൂടിയുള്ള റിവൈവൽ ഉണ്ടാകാൻ പോവുക. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ സഭയിൽ ആളുകൾ വരും. ഉപദേശം പ്രസംഗിക്കുന്നവരുടെ ആ സഭയിൽ ആളുകൾ ഓടിക്കൂടാൻ പോവുക. സ്നാനം നടക്കാൻ പോവുക. ദീർഘനാളുകളായി സ്നാനക്കുളം മാവല വീണ് കൊതുക് മുട്ടയിട്ട് വിരിയുന്ന സ്ഥലമാണെങ്കിൽ അത് മാറാൻ പോവുക. കൂട്ടമായി സ്നാനം നടക്കാൻ പോവുക. കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ പോവുക. ബേഥലഹേമിനെ സന്ദർശിച്ച് അതിനെ മടക്കിക്കൊണ്ടതുപോലെ യേശുവിന്റെ മടങ്ങി വരവിന് മുമ്പ് തന്റെ സഭകളെ ദൈവം ഉണർത്താൻ പോവുകയാണ്. പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എനിക്കൊരവസരം കിട്ടി തകർത്തേക്കെന്നല്ല, കണ്ണുനീരോടെ കരയും. കർത്താവേ, നശിച്ചു പോകുന്ന ആത്മാക്കളെ നീ ഞങ്ങൾക്ക് തരണമേ, വിടിവിക്കണമേ. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ദൈവം വലിയവ ചെയ്തു തുടങ്ങും. ചേർന്ന് കരകളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഞാൻ തിരിച്ചു വരുന്നു, ശ്രദ്ധിക്കുക. ചോദ്യം. ആ ചോദ്യത്തിന് നമ്മൾ മറുചോദ്യം ചോദിച്ച് ചില കാര്യം പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ ചില കാര്യങ്ങൾ ആഴമായി പഠിക്കാനുണ്ട്. അവ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഒന്നും കൂടെ വായിക്കാം. 2:1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. മതി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടി. സഭയുടെ തുടക്കം ഭൂമി പെന്തക്കോസ്ത് നാളിലായി. അന്ന് ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് എല്ലാവരും ഒന്നിച്ചു, ഒരു സ്ഥലത്തു കൂടി. അവരൊന്നിച്ചു, അവരിരുന്ന സ്ഥലവും ഒന്നാണ്. വചനത്തിൽ ഏകീഭവിച്ചാൽ ഇരിക്കുന്ന സ്ഥലം ഒന്നായി മാറും. ഞാൻ കോട്ടയത്തിരുന്നാലും നിങ്ങൾ ഇവിടെ ഇരുന്നാലും രണ്ടും ദൈവസന്നിധിയായി മാറും. അതെ, ഞാൻ അമേരിക്കയിലിരുന്നാലും നിങ്ങൾ ഇംഗ്ലണ്ടിലിരുന്നാലും വചനത്തിൻ്റെ റൂട്ടിലാണെങ്കിൽ രണ്ടുപേരും ഒരു സ്ഥലത്തിരിക്കുക. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാനും കർത്തൃദിവസമുണ്ടായി. എഫെസോസിൽ 25 വർഷം ശുശ്രൂഷിച്ചപ്പോഴും കർത്തൃദിവസമുണ്ടായി. ദൈവസന്നിധിയാണ്. അതിനാദ്യം ദൈവമക്കൾ ഒന്നിക്കണം. എങ്ങനെ? ഹൃദയം കൊണ്ട്. അതെങ്ങനെ ഒന്നിക്കും? ഏകയാത്മാവ്. മറ്റൊരാത്മാവിനെ പുറത്താക്കണം. ഏകയാത്മാവ്.
മതം തീർക്കുന്ന പോലെ കുറേ പ്രസ്ഥാനങ്ങൾ തീർത്ത് അത് മതമാക്കി മാറ്റരുത്. പ്രസ്ഥാനം വേണം, സഭകൾ ഒത്തിരി ഉണ്ടാകട്ടെ, പക്ഷെ അല്ല ഐക്യത വേണം. AG യും IPC യും ചർച്ച ബോർഡും ചാരൂനും തമ്മിൽ ഇത് AG-ക്കാരൻ്റെ കൺവെൻഷൻ IPC-ക്കാരൻ പോകില്ല, IPC-ക്കാരൻ്റെ കൺവെൻഷന് ചർച്ച ബോർഡുകാരൻ പോകത്തില്ല. IPC-ക്കാരാണ് ഏറ്റവും വലിയ കൺവെൻഷൻ. അവർ കൊടുക്കുന്ന അവരാണെല്ലാം. ഞാനും IPC മെമ്പർഷിപ്പുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീട്ടിൽ കുറ്റമാണല്ലോ ആദ്യം പറയട്ടെ. ഇവർ പറയുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എടാ, ഈ ബുദ്ധിയുടെ പ്രമാണമൊക്കെ മാറ്റിയിട്ട് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൽ ഏക ആത്മാവിൽ ഒന്നിക്കും. ഒരു വർഷത്തിൽ ഒന്നിച്ചെങ്കിലും നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് കരയും, നന്നാകും. ഞങ്ങളുടെ കുമരകത്ത് ഞങ്ങൾ പണ്ട് താമസിച്ചപ്പോൾ, ഞാൻ കുമരകത്തല്ല, എൻ്റെ സ്വദേശത്ത് അന്ന് 13 സഭയുണ്ടായിരുന്നു, 13 പ്രസ്ഥാനം. ഞങ്ങളെല്ലാ ചർച്ചയിലും കയറി ഇറങ്ങിയിട്ട് ഒന്നിക്കണം എന്ന് പറയും. വർഷത്തിലൊരിക്കൽ കുമരകത്തിൻ്റെ മണ്ണിൽ നമുക്ക് ഒന്നിച്ച് ആരാധിക്കണം ഒരു ഞായറാഴ്ച. കാരണം നാട്ടുകാർ കാണണം നമ്മൾ ഒന്നാണ്. അന്നേരം ആദ്യം കുറേ പാസ്റ്റർമാർ അതൊക്കെ പ്രശ്നമാണ്, അത് പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. കാര്യമായിട്ട് പറഞ്ഞ് തീരുമാനമെടുത്തപ്പോൾ 13 സഭ ഒന്നിച്ച് വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ കുമരകത്ത് ആരാധിക്കും. വർഷത്തിലൊരിക്കൽ 13 സഭ ഒന്നിച്ചു കൂടും. ഒറ്റ പന്തലിൽ സഭായോഗം, നാട്ടുകാർ ഞെട്ടി. ഇനി ഇത് വേണ്ടാന്ന് വെപ്പിക്കുന്ന ആരാന്നറിയോ? പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവ് കയറിയോന്മാരാ. ഒരു മടങ്ങി വരവ് ദൈവം വരുത്താൻ പോവാ. ഇപ്പൊ ഈ വിധത്തിൽ ഐക്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് യോജിച്ച് യോഗം നടത്താൻ നോക്കും. ഈ വ്യവസ്ഥയെ അല്ലാത്തവരുമായിട്ട് ഇപ്പൊ ഐക്യ മീറ്റിംഗ്, അത് വേണ്ട. സ്വതന്ത്രം ദൈവമക്കൾ ഒന്നിക്കണം. ഒരേ ഉപദേശത്ത് നിൽക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ദേശത്ത് തെളിയിക്കപ്പെടും. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് ആരാധിച്ചിട്ട് IPC ചർച്ച കൂടി ഞങ്ങളാണ് വലുത്, സീനിയർ അതായെന്നും പറഞ്ഞിട്ട് ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദൈവം കൊടുത്ത വില വലുതാ. നിങ്ങൾ കൊടുത്ത പൈസ അല്ല വലുത്, നിങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന കെട്ടിടമല്ല വലുത്. പുത്രന്റെ അവസാനത്തുള്ളി ചോര വരെയും ഊറ്റിക്കൊടുത്തവൻ ഇതിനൊന്നും കൂട്ടുനിൽക്കത്തില്ല. ദൈവജനം മടങ്ങി വരണം. അവിടെ ഞാൻ വിടുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അടുത്തത്, പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പം അന്ന് മുഴക്കമുണ്ടായി. ചിലർ പഠിപ്പിക്കാൻ തന്നെ ഇനി ഉണ്ടാകത്തില്ല, അന്ന് വന്നതേ ഉള്ളൂ, ഇനി ചുമ്മാതാ. ഞാൻ വളരെ ചെറുപ്രായത്തിൽ, ഞങ്ങൾക്ക് കുമരകത്ത് ആദ്യകാലത്ത് പെന്തിക്കോസ്ത് സഭ തുടങ്ങിയ സമയത്ത്, എൻ്റെ പിതാവൊക്കെ രക്ഷിക്കപ്പെട്ട ശേഷം ഞങ്ങൾ 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വാടക കെട്ടിടത്തിൽ 10-ഓ 20-ഓ പേർക്ക് മാത്രം ഇരിക്കുന്ന ഒരു റൂമിൽ പ്രാർത്ഥന നടക്കും. പരിശുദ്ധാത്മാവ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്നു ഉപവാസപ്രാർത്ഥന. അന്ന് ഇതെന്താന്ന് പോലും തിരിച്ചറിയാനുള്ള ശേഷിയില്ല. ഞാൻ വെറും കാച്ചട്ട ഇട്ടൊന്ന് ജീവിക്കുന്ന പ്രായം, 6-ലോ 5-ലോ ഉണ്ട് പഠിക്കുന്ന പ്രായം. പരിശുദ്ധാത്മാവ് ഇറങ്ങി. എൻ്റെ പിതാവടക്കം അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു, വലിയ മുഴക്കം കേൾക്കുന്നേ. അതെൻ്റെ പിതാവ് വിളിച്ചു പറഞ്ഞപ്പോഴേ കേട്ടത്, അല്ല കേട്ടത്. ഞാൻ എൻ്റെ ചെവിയിൽ ആ പ്രായത്തിൽ ആ മുഴക്കം കേട്ടു. ആലയത്തിൻ്റെ മുകളിൽ ചുഴലിക്കാറ്റടിക്കുന്ന, കൊടുങ്കാറ്റടിക്കുന്ന മുഴക്കം ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങളുടെ ആലയത്തിൽ വെളിപ്പെട്ടു. ഞങ്ങളുടെ കുമരകത്തെ ആലയത്തിൽ നിരന്തര ഉപവാസപ്പാർത്ത് നടന്നപ്പോൾ അന്നത്തെ അവിടുത്തെ BJPയുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരാള് ഓളക്കല്ലിൽ വീട്ടിൽ, അവളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങിച്ച് ആരാധനയ്ക്കുന്ന ഹോളിന് തീയിടാൻ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം കൂടെ 1-2 പേരും കൂടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ചെറുപ്രായത്തിൽ
ഹാളിൻ്റെ അടുത്തേക്കുള്ള റോഡ് തിരിയുമ്പോൾ ഹോള് കത്തും. തീജ്വാല ഉയർന്ന ആലയം കത്തുകയാണ്. അവൻ ഓട്ടോറിക്ഷക്കാരൻ നിർത്താൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ചെയ്യാനിരുന്ന കാര്യം വേറെ ആരാണ്ട് ചെയ്തു. നമുക്കിനി അതെടുത്താലേ വെക്കണ്ട. അവൻ രാത്രി അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ആലയം കത്തിച്ചാരമായി കിടക്കുന്ന കാണാൻ വന്നപ്പോൾ അന്നോടെ ആലയം പ്രാർത്ഥനയുണ്ട്. ഓളക്കല്ലിൽ റെജി ഞെട്ടിപ്പോയി. ഇന്നും ആത്മാവിൻ്റെ പ്രവൃത്തി പ്രസംഗത്തിൽ മാത്രമല്ല, ദേശം കാണത്തക്കവണ്ണം വെളിപ്പെടുത്താൻ സുവിശേഷത്തിനും പരിശുദ്ധാത്മാവിനും യേശുവിനും കരുത്ത് കുറഞ്ഞിട്ടില്ല. നാം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ചരിത്രം ആവർത്തിക്കാൻ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുക. കരയാൻ തയ്യാറാകാൻ തയ്യാറാണെങ്കിൽ, സഭ ഉണർത്തപ്പെടാൻ തയ്യാറാണെങ്കിൽ, മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ, കേവലം പ്രസംഗങ്ങളല്ല, നാട്ടുകാർ കാണുന്ന വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാണ്. പ്രായമുള്ള അമ്മമാര് മക്കളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന അമ്മമാരോട് പറയാം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിച്ചിട്ട് മുറിക്കകത്ത് കയറുന്ന കരയണം. പണ്ടത്തെ അമ്മമാരുടെ കരച്ചിലാണ് ഇന്നത്തെ സഭകൾ. അനേക ദൈവദാസന്മാരെ ഉപയോഗിച്ചത് അനേക അമ്മമാരുടെ കരച്ചിലാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ സ്ത്രീകളെ എടുത്തു പറയുന്നുണ്ട്. യശയാപ്രവചനം, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ. നിങ്ങൾ നേരത്തെ സ്വൈര്യമായിട്ടല്ല ഇരുന്നത്. നിങ്ങൾ യഹോവയെ ഓർപ്പിക്കുന്നവരായിരുന്നു, കരയുന്നവരായിരുന്നു, ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവരായിരുന്നു, ദേശത്തിന് വേണ്ടി കരയുന്നവരായിരുന്നു. അപ്പം ഇന്നോ പെണ്ണുങ്ങളും തൊഴിലുഴപ്പ് പത്ത്. കഞ്ഞി കുടിക്കാൻ പ്രായം ഇല്ലാഞ്ഞ കാലത്തെ, കാലെ ചെരിപ്പിടാതില്ല കാലത്തെ, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി അമ്മമാരിന്ന് നുണ പറയുന്ന കൂട്ടത്തിൻ്റെ കൂടെ പോയി പണിയൊക്കെ എടുത്തു. വെള്ളിയാഴ്ച ഉപവസിക്കാൻ പോകും. ബാക്കിയുള്ള ദിവസം പണിയെടുത്തു. വെള്ളിയാഴ്ച ഉപവസിക്കാൻ പോകും. നീ പണ്ട് അവിടെ പോയിരുന്ന് കരഞ്ഞത് ആലയത്തിൻ്റെ മകത്ത് പറഞ്ഞത്. ഇന്ന് നീ വഴിയിൽ നിന്ന് വല്ലവൻ്റെ കൊതിന്നുണയും പറഞ്ഞ് പണിയെടുക്കാൻ ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ കൂട്ടായ്മയുള്ള ദിവസം നീ കൂട്ടായ്മയ്ക്കും. ഇന്ന് നീ ഒന്നുമില്ലാഞ്ഞ കാലത്ത് ദൈവം നിന്നെ അന്ന് കണ്ണുനീരി നടത്തിയെങ്കിൽ ഇന്ന് നീ അതിന് വില കൊടുക്കുന്നില്ലേ? വില കൊടുക്കുന്നില്ലെങ്കിൽ പിന്നത്തേതിൽ നീ കയ്യും കാലും അടിക്കേണ്ടി വരും. ഞാനിത് പറയുന്ന നിയോഗത്തല്ല, വലിയൊരു ഉണർവ്. യഥാർത്ഥ യേശുവിൻ്റെ ശക്തി, യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ശക്തി തിരികെ വരാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കൊടിയ മുഴക്കം. പിന്നെ ഞാൻ ഈ അടുത്ത ദിവസവും ആ മുഴക്കം കേട്ടിട്ടാണ്. മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അന്ന് ഞാൻ വിവരിക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവപ്രവൃത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും. വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരല്ല, അഗ്നി പരിശോധനയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കണം. അന്നേരം അറിയാം. നീ ഒന്ന് സമർപ്പിച്ച് നോക്കിയേ. ഇന്ന് വരെ ആർക്കും നേരിടാത്ത പ്രതികൂലം നിൻ്റെ നേരെ വരും. അപ്പം നീ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തികൾ നിൻ്റെ മുറിയിൽ ഇറങ്ങി വരും. പ്രാർത്ഥിക്കാൻ സമയം വേർതിരിച്ചു വേണം. നീ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും സമയം കൂട്ടിയാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കേൾക്കുക മാത്രമല്ല, കാണാനും ഇടയാകും. അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. താഴോട്ട് വായിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ പറയുന്നത് എന്താണ് ആദ്യ കൂട്ടം എന്നുള്ളതാണ്. വായിച്ചോ താഴോട്ട്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അടുത്തത്, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. സഭ തുടങ്ങി അന്യഭാഷ സംസാരിച്ച്. ഞാൻ ഇന്നലെ ഏകദേശം പറഞ്ഞു. ഈ ധാരാരം ഈ കൂട്ടത്തിൽ, ഈ ഏകദേശം 120 പേരുടെ കൂട്ടത്തിൽ ഒറ്റ പുറജാതികളില്ലായിരുന്നു. എല്ലാവരും യഹൂദന്മാരായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞ, ആദ്യ യെരൂശലേമിൽ, പിന്നെ യഹൂദിയിൽ, പിന്നെ ശമരിയിൽ, പിന്നെ സ്ഥലമില്ല, ഭൂമിയുടെ അറ്റത്തോളം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് പ്രസംഗം മാത്രമല്ല, സാക്ഷ്യം മാത്രമല്ല. സാക്ഷ്യം ഉള്ളിടത്ത് ആത്മാവ് ഇറങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, ദൂരസ്ഥരായ ഏവർക്കും
അതൊക്കെ ഞാൻ താഴോട്ട് വായിപ്പിക്കാം. പതുക്കെ പോയാൽ മതി. ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. വചനം പ്രസംഗിക്കുന്നത് ഒരു മായവും കലർത്താത്ത ദൈവവചനമായി പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇടുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞട്ടെ. എനിക്കിവിടെ വേറെ പരിപാടിയൊന്നുമില്ല. അടുത്തൊരു പ്രസംഗം പിടിക്കാനുള്ള പരിപാടിയൊന്നും എനിക്കില്ല. ഉള്ള അവസരം നന്നായി കർത്താവിനോട് ഉപയോഗിക്കുക. നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം. ഇന്നത്തെ ഷൈൻ ചെയ്യാനൊന്നുമല്ല ഇവിടെ നിൽക്കുന്നത്. സത്യവചനം യഥാർത്ഥമായി പങ്കുവെക്കുക. സ്തോത്രം. ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ച്. അപ്പം ഇത്രയും സംഭവം ഇനി ആവർത്തിക്കുമോ? ആവർത്തിച്ചിട്ടുണ്ടെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 44 മുതൽ ഇതേ വായിച്ച കുറുവാക്യത്തോട് സമാനമായ ഭാഗം അവിടെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്ന കണ്ട യഹൂദന്മാർ വിസ്മയിച്ചു. എന്നുവെച്ചാൽ ആ ഘട്ടം വരെ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തില്ല? വന്നിരുന്നില്ലെന്നർത്ഥം. വിസ്മയിച്ചു. ഇന്നലെ 8-ാം അധ്യായത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവരാദ്യമാണ് കാണുന്നത്. 8-ാം അധ്യായത്തിൽ ശമരിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പക്ഷെ ഈ യഹൂദന്മാർ കാണുന്ന ഒന്നാണ്. പക്ഷെ കൂട്ടത്തിൻ്റെ അകത്തെ ഒരു കൂട്ടം കൂടിയിരിക്കുന്നിടത്തായിട്ട് എല്ലാവരും കാണത്തക്കവണ്ണമുള്ളൊരു പ്രവൃത്തി ആ കാലത്ത് ആളുകൾ പരിമിതമായ കൂട്ടമായിരുന്നുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. 8-ാം അധ്യായത്തിൽ ശമരിയിൽ യേശുവിനെ കൈക്കൊണ്ടു. ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കുക. 8:14 മുതലൊന്ന് വായിച്ചു. ഇതെല്ലാം കൂടെ തെളിയിക്കണം. അല്ലെങ്കിൽ ആ പാസാബദ്ധം പറഞ്ഞു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ അപ്പോഴും ഇവിടെ തുടക്കം യെരൂശലേമിൽ, അപ്പോസ്തലന്മാർ യെരൂശലേമില. ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് മതി, പിന്നെ വായിക്കാം. ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് വെച്ചാൽ എന്നാ? ശമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് അതിൻ്റെ അർത്ഥം. വചനം കൈക്കൊണ്ടവൻ രക്ഷിക്കപ്പെടും. വചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിനെ കൈക്കൊണ്ടു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അത് ഇവിടെ സംഭവിക്കുന്നു. ശമരിയ, പുറജാതി ശമരിയ. അവിടെ ഇന്നും ആരും യഹൂദന് സമ്പർക്കമില്ലാത്ത നാട്, സങ്കര ഇനം, യഹൂദൻ വെറുക്കുന്നൊരു വിഭാഗം. അവിടെ യേശു ഒരിക്കൽ ചെന്നപ്പോൾ ശമരിയക്കാരത്തെ സ്ത്രീ സംസാരിച്ചത് അറിയാമല്ലോ. ആ ശമര്യയിൽ ഇനിയുണ്ട്. ആ ശമര്യയിൽ പുറജാതികളുടെ ദൈവവചനം പരന്നു. അവർ കൈക്കൊണ്ടു യേശുവിനെ. അടുത്തത് ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടിട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. പത്രോസിനെയും യോഹന്നാനെയും യെരൂശലേമിൽ നിന്ന് ശമര്യയിൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ ഇവിടെ ഒന്നും കൂടെ തെളിയിക്കാം, പറയാതെ പോകാൻ പറ്റത്തില്ല. വചനം കൈക്കൊണ്ട് അഥവാ രക്ഷിക്കപ്പെട്ടവർക്ക് എന്ത് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു? പരിശുദ്ധാത്മാവ്. ഇപ്പം ബ്രദറുകാർ പറയുന്നത് തന്നെ, രക്ഷിക്കപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവൻ കയറിയിരിക്കുക, പിന്നെ രണ്ടാമത് അവർ പ്രാപിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല, അവർ ചുമ്മാ പറയുന്ന. നിങ്ങളതൊന്നും വിശ്വസിക്കരുത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇവിടെ കൃത്യമായി പറയുന്നു, സ്നാനപ്പെട്ട പോലും പരിശുദ്ധാത്മാവ് വരണമെന്നില്ല. അത് തെളിയിക്കാം, താഴോട്ട് വായിക്കുമ്പോൾ തെളിയുക. വായിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. എത്ര ക്ലിയറാ! വചനം കൈക്കൊണ്ടിട്ടും അഥവാ രക്ഷിക്കപ്പെട്ടിട്ടും അന്ന് വരെ രക്ഷിക്കപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വാസത്തിന് വന്നില്ലെന്ന് ബൈബിൾ എഴുതുമ്പോൾ നീ എവിടെ നട ഇതൊക്കെ പറയുന്നേ? വെറുതെ കുറെ മൊബൈലും വെച്ചുകൊണ്ട് ബ്രദറുകാർ പണ്ഡിതന്മാർ കളിക്കുക. ഗ്രീക്കിൽ അങ്ങനെ യുവമാർക്ക് അന്യഭാഷയെ വിശ്വാസമില്ല, ഗ്രീക്കിൻ്റെ വിശ്വാസം. ഗ്രീക്കൊന്നും പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. ഞങ്ങൾ ഇവിടേക്ക് ഇതൊക്കെ നോക്കാറുണ്ട്. പക്ഷേ വളച്ചൊടി നിർത്തിക്കോണം നിൻ്റെയൊക്കെ. വേദപുസ്തകത്തിൻ്റെ സത്യവചനത്തെ വളച്ചൊടിക്കുന്നവൻ ന്യായവിധിയിലേക്ക് പോകും. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്,
യേശുവിനെ കൈക്കൊണ്ട, വചനം കൈക്കൊണ്ടവരെ കൊണ്ടിട്ട് അന്ന് വരെ അവരുടെ മേൽ എന്ത് വന്നില്ല? പരിശുദ്ധാത്മാവ് വന്നിരുന്നിരുന്നല്ലേ എഴുതിയത്. അല്ല, അവർക്ക് അകത്ത് ആത്മാവില്ലെന്നായിരുന്നു. മനുഷ്യാത്മാവ് അവരിലുണ്ടായിരുന്നു. ആ ആത്മാവിനെ കുറിച്ചല്ല, പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്ന. അപ്പോൾ പരിശുദ്ധാത്മാവ് വരാനൊരു ടൈമുണ്ട്. കാത്തിരിക്കുന്നവരുടെ മേല പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്, ശക്തി ലഭിക്കുവോളൂ നഗരത്തിൽ പാർക്കണം. ആരോട്? ശിഷ്യന്മാരോട്. ശിഷ്യന്മാർക്ക് നേരത്തെ ഊതിയിട്ട് കൊടുത്തതല്ലേ. കർത്താവ് ഭൂമി ഇന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, അവരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ ആത്മാവിനെ കൈക്കൊണ്ടു. ആ ശിഷ്യന്മാരോടാ പിന്നെയും പറഞ്ഞു, ആ ഘട്ടം കഴിഞ്ഞു. സഭയുടെ ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കണം. അതാ സഭയുടെ നിയമം. പൊട്ടത്തരം പഠിപ്പിച്ചുകൊണ്ട് നിന്നെ ഏറിയെ കണ്ടുപോകരുത്. അങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരും. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇതിനറിയാം. ഇവിടെ സംസാരിക്കാൻ ഇത് നിയോഗം തരുന്നത് പരിശുദ്ധാത്മാവിനാണ്. നന്നായിട്ടെല്ലാം അറിയാവുന്നവനെ സംസാരിക്കുന്നു. അത് ദൈവം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് താട്ട് വായിക്കുമ്പം ക്ലിയർ ആകും. ഇനി ഇവർ സ്നാനപ്പെട്ടെന്നും കൂടെ തെളിയിക്കും, രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല. വായിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. കണ്ടോ, അവരെന്ത് ചെയ്തവരാ? സ്നാനപ്പെട്ടവരാ. രക്ഷിക്കപ്പെടുകയും ചെയ്തു, സ്നാനപ്പെടുകയും ചെയ്തു എന്ന് ക്ലിയർ അല്ലേ? എന്നിട്ട് പറയാ, അന്ന് വരെയും അവരുടെ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിരുന്നില്ലെന്നല്ല, പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് അവർ സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടന്നാണ് അവർ രക്ഷിക്കപ്പെട്ടതും. പക്ഷെ വസിക്കാനായി ഉള്ളിൽ ആത്മാവ് വരുന്നതിനൊരു ടൈമുണ്ട്. അത് കാത്തിരുന്ന് പ്രാപിക്കും. ആത്മസ്നാനമെന്ന് അതിന് പറയും. ആത്മസ്നാനം. രണ്ട് അധികാരമായ സ്നാനം നടത്താൻ കർത്താവിന് അവകാശമുണ്ട്. ഒന്ന് ആത്മസ്നാനം, രണ്ട് അഗ്നിസ്നാനം. രണ്ടിനും അധികാരം കർത്താവിന്. എന്താണ് ആത്മസ്നാനം, എന്താണ് അഗ്നിസ്നാനം? സ്നാന സമയത്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സ്നാനക്കടവുന്നുണ്ട് പാടും. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈകളിലല്ലയോ. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈകളിലല്ലയോ. പിന്നെ എന്തിനു വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈയാൽ നീ ഏൽക്കുന്നു. പിന്നെ എന്തിനു വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈയാൽ നീ ഏൽക്കുന്നു. സ്തോത്രം. ആത്മസ്നാനവും അഗ്നിസ്നാനവും നടത്താൻ ഒരാൾക്കാണ് അധികാരം. അത് കർത്താവായ യേശു ക്രിസ്തുവിന്. എന്ന് വെച്ചാൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആത്മസ്നാനം പ്രാപിക്കുന്നവന് രക്ഷയും, അഗ്നിസ്നാനം പ്രാപിക്കുന്നവന് ശിക്ഷയും. അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ അധികാരമുള്ള രക്ഷിതാവും ശിക്ഷിതാവും രക്ഷിക്കാനും കഴിയുന്ന ഒരേയൊരു ദൈവം, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഇനി ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്നാ? രക്ഷിക്കാനും കഴിയുന്നില്ല, ശിക്ഷിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഞങ്ങളതൊന്നും ദൈവമല്ലെന്ന് പറയും. കള്ളുകുടിയും ചെന്ന് പ്രാർത്ഥിച്ച് കുരിശും തൊട്ടി പൈസ ഇട്ടാലും ക്ഷേത്രത്തിൽ പൈസ ഇട്ടാലും ഒന്നും മിണ്ടത്തില്ല, അവൻ്റെ പൈസ സ്വീകരിക്കും. രക്ഷിക്കാനും കഴിയത്തില്ല, ശിക്ഷിക്കാനും കഴിയത്തില്ല. വ്യഭിചാരശാല പോയിട്ട് വന്നിട്ട് കുരിശു തൊട്ടി പൈസ ഇട്ടാലും ഞായറാഴ്ച അവന് കുർബാന ചൊല്ലിയാൽ തീരും. അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. കുമ്പസാരം നടത്തിയാലല്ലേ. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് പൈസ സ്വീകരിച്ചിട്ടുണ്ട്, കുഞ്ഞെ പൊക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുന്നവനല്ല. അവൻ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു,
ഹൃദയത്തിന്റെ ഉൾപ്പുകളെ അവൻ ആരായുന്നു. ഇരുട്ടുപോലും അവന് മറവല്ല. നിന്റെ സകല രഹസ്യ പാപവും പരസ്യ പാപവും അറിയുന്ന ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത്. അവന്റെ അധികാരം രക്ഷിപ്പാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഏക സത്യദൈവം അത് ഞങ്ങൾ ഉയർത്തുന്ന നസറേയനായ യേശു ക്രിസ്തുവാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സത്യത്തിലേക്ക് നീ വരുന്നില്ലെങ്കിൽ ഇത് യേശുവിനെ നിന്നെ ശിക്ഷിക്കാൻ കഴിയും. പുത്രനെ ന്യായവിധി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ വാക്യമുണ്ട്. സ്തോത്രം. അവനെ ന്യായം വിധിക്കാൻ കഴിയും. ഓരോരുത്തൻ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ചെയ്യാൻ തന്റെ പക്കലുണ്ടെന്ന് വചനം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് രഹസ്യ പാപം ചെയ്യുന്നതിന്റെ പാപം നിന്റെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പൊ കൃപയുടെ ഉടമസ്ഥനായിരിക്കുന്നെങ്കിൽ കൃപ കൂടാതെ കരുണ കൂടാതെ ന്യായമായി വിസ്തരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ കാലം വരുന്നു. അവൻ നിന്നെ ന്യായം വിധിക്കും. മരണം നിന്റെ മുഖം തപ്പുന്നതിന് മുമ്പേ ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. യേശുവിലേക്ക് അടുത്തു വരുവാൻ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ പന്തലിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരുമിച്ച് പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ പാശന്മാരുടെ വ്യത്യാസമില്ലാതെ ദൈവമക്കളാകുന്ന ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, ദേശമേ ദേശമേ ഇരുട്ടാകും മുൻപേ അന്ധകാര പർവ്വത്തിൽ തട്ടി നിന്റെ കാലിടറുന്നതിന് മുമ്പേ നിന്റെ ദൈവമായ കർത്താവിന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക. യേശുവിന് നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയും. യേശുവിന് നിന്റെ ശാപങ്ങളെ നീക്കാൻ കഴിയും. യേശുവിന് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയും. അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി യേശു ആഹ്വാനം ചെയ്യുകയാണ്. അതിനൊരു പൈസയും നീ മുടക്കണ്ട. സൗജന്യമായി നിനക്ക് രക്ഷ നൽകാൻ, നിന്റെ പാപങ്ങളെ മോചിക്കാൻ, നിന്റെ ശാപങ്ങളെ അഴിച്ചു കളയുവാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ കഴിയുന്ന ഓരോ സുവിശേഷം അതാണ് ഞങ്ങൾ ഉയർത്തുന്ന സത്യസുവിശേഷം. ഒരു മന്ത്രവാദിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു കൂടപത്രക്കാരനും കഴിയില്ല. ഏതെങ്കിലും മന്ത്രവാദി ഈ പരിസരത്ത് ഭാഗത്ത് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മന്ത്രവാദം കൊണ്ട് നീയും നിന്റെ തലമുറയും മുടിഞ്ഞു പോകുമെന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. ഒരു മന്ത്രവാദിക്കോ ഒരു പൂജയ്ക്കോ ഒരു ഹോമത്തിനോ ഒരു നേർച്ച കാഴ്ചകൾക്കോ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഏകയോഗത്താൽ എന്നേക്കും പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു മാർഗം അതാണ് ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ മാർഗം. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. പത്രോസ് പ്രസംഗിച്ചു. കൊർന്നല്യോസിന്റെ വീട്ടിൽ സകല ഗ്രഹവും ഒന്നിച്ചു സുവിശേഷം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ വീട്ടിൽ ഇറങ്ങി വന്നു. പത്രോസ് അവിടെ പറയുന്ന വാക്കുകൾ വളരെ വ്യത്യസ്തമായൊരു പദമുണ്ട്. 46 വാക്യം മുതൽ വായിക്കാം. 46 10:46. പത്രോസിനോട് കൂടെ വന്ന അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അടുത്തതാ നമ്മെ പോലെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം. അപ്പം ആദിയിൽ ഇവർക്ക് ലഭിച്ചതുപോലെ തന്നെയാണ് കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായി. ഇറ്റലിക്കാരൻ സായിപ്പ് കൊർന്നല്യോസിന്റെ വീട്ടിൽ അനുഭവം ഉണ്ടായി. ഇറ്റലിയിലെ പട്ടാളത്തിലെ ശതാധിപനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി തന്നെ 19 അധ്യായം എടുക്കാം. 1 വാക്യം മുതൽ വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തോടെ ചുറ്റി സഞ്ചരിച്ച് എഫെസോസിലെത്തി.
അവിടെ കുറെ ശിഷ്യന്മാരെ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 19:1 മുതൽ. അപ്പൊല്ലോസ് കൊരിന്തിയിലിരിക്കുമ്പോൾ ആ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് ആ എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് കുറെ ശിഷ്യന്മാരെ കണ്ടു. ഒരു യേശുവിന്റെ കാര്യം പറയുന്നു, യോഹന്നാന്റെ കാര്യം പറയുന്നു, യേശുവിന്റെ കാര്യം പറഞ്ഞു, യോഹന്നാന്റെ കാര്യം പറഞ്ഞു. അവർക്ക് യേശുവിനെ അറിയാം, യോഹന്നാന്റെ അറിയാം. ശിഷ്യന്മാരാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. പൗലോസ് അവരുടെ യോഗത്തിന് കൂടി ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലയോ? കാരണം ആ യോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മകമായ ഒരു അന്തരീക്ഷവും കണ്ടില്ല. ആ യോഗത്തിൽ അവർ പാടിയത് എങ്ങനെയായിരിക്കും? CSAക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടു പോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉണ്ടാകട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ്. പൗലോസ് ചോദിച്ചോട്ടെ, വിശ്വസിച്ചിട്ട് നീ ഒന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല? ഉടനെ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. നമ്മൾ വടക്കേൻ്റെ ഈ പ്രവർത്തനത്തിൽ പോകുമ്പോൾ ചില ഗ്രാമങ്ങൾക്കകത്ത് നിന്നിട്ട് 120 കിലോമീറ്ററൊക്കെ ഞങ്ങൾ ബൈക്കിൽ പോയി സുവിശേഷം പറയുമ്പോഴുണ്ട്. വടക്കേണ്ടി ഇങ്ങനെ 2-3 ബൈക്കിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് വണ്ടിയൊന്നും അവിടെ എത്തത്തില്ല. ബൈക്ക് കൊണ്ടുപോയിട്ട് കണ്ടം വഴിയൊക്കെ ബൈക്ക് ഓടിച്ച് പോകണേ. വടക്കേണ്ടിയിലെ കണ്ടം എന്ന് പറഞ്ഞാൽ ചെളിയുള്ളതല്ല. അവിടെ ചെന്നിട്ട് അവിടെ യേശുവിനെ അറിയാവുമെന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന ഉത്തരം എന്താണെന്നറിയാം, അങ്ങനെ ഇവിടെ ഒരാൾ ഇവിടെ വാടകയ്ക്ക് പോലും താമസിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ പറയുന്നേ. പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം ഇവിടത്തുകാരുടെ കുഴപ്പം കേൾക്കാഞ്ഞിട്ടല്ല, അനുസരിക്കാത്ത കുഴപ്പം. മൈക്ക് കിട്ടുമ്പോൾ പെന്തിക്കോസുകാരനെ കളിയാക്കുന്നതിൻ്റെ ഊടായ്പ് നിർത്തിക്കോണം, ദൈവം നിന്നെ അടിക്കും. ഇത് പെന്തിക്കോസുകാരനുണ്ടാക്കിയതല്ല പരിശുദ്ധാത്മാവ്, വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവും വരങ്ങളും ഫലങ്ങളും എല്ലാമുണ്ട്, അന്യഭാഷയുമുണ്ട്. സഭ ഭൂമിയിൽ നെടുക്കപ്പെടുന്നിടം വരെ ഇതെല്ലാം സഭയ്ക്കുണ്ട്. പക്ഷെ കള്ളത്തരം ഇറക്കരുത്. ഇതിൻ്റെ ഒന്നും പേര് ഒറിജിനലുണ്ട്. ഒറിജിനൽ മടങ്ങി വരാൻ പോവാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ഒറിജിനൽ പ്രവാചകനെ നീ കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ പ്രവാചകനെ ഇപ്പം കാണാനില്ല. നീ ഇപ്പം കണ്ട പ്രവാചകനല്ലോ ഇപ്പം നീ കാണുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, നീ ഇന്ന് രാവിലെ അടി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുമ്പോഴും നീ വാസപ്പാർത്ത് ചെന്നിരിക്കുമ്പോൾ അവൻ നിൻ്റെ തലയെ കഴിച്ചിട്ടുണ്ട്, മകളെ നിൻ്റെ കണ്ണുനീര് കാണുന്നു, ഞാൻ നിന്നെ ഉയർത്താൻ പോവാം, അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ നീ വന്നിരിക്കുന്നു. അവൻ പ്രവാചകനല്ല കേട്ടോ. ഒറിജിനൽ പ്രവാചകൻ അന്നേരം എഴുന്നേറ്റിട്ട് പറയും, നീ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ വന്നിരുന്ന അന്യഭാഷ പറഞ്ഞ എഴുന്നേക്കടി. അങ്ങനൊരു കാലം സഭയ്ക്കുണ്ടായിരുന്നു. അത് മടങ്ങി വരാൻ പോവാ. പാപം ചെയ്തവന് പടിവാതുക്കെ കാലുകുത്താൻ കഴിയാത്ത രീതിയിലൊരു ഉണർവ് ദൈവം സഭയ്ക്ക് മടക്കിത്തരാൻ പോവാ. വിവേചിക്കും, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വിവേചിക്കും. കളി മാറാൻ പോവാ. കരുത്തുറ്റ അഭിഷേകത്തോടെ പുത്തൻ തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് വാതുക്കെ വരുന്ന, നീ ഇന്ന പാപം ചെയ്തിട്ട് വരുന്ന സഭായോഗത്തിന് നിന്റെ മുഖത്ത് നോക്കി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പറയും. ഉണർവ് നോക്കും. ഓരോ സഭയൊന്ന് ഉണർന്നു പോയി എഴുന്നേറ്റ് നിന്ന് സകല പാപവും പറയണ്ടു. എഴുന്നേറ്റ് നിന്ന് അത് കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നു. കഴിഞ്ഞ 3-4 മാസത്തിനകം അത് കണ്ടിട്ടാണ്. ഒരു സഭയിൽ നടന്ന യോഗത്തിൽ 3 ദിവസത്തെ യോഗത്തിലാണ് പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നത്. ദൃക്സാക്ഷി കൂടി ഇരിപ്പുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. പകൽ 11 മണിക്ക് ഞാൻ പ്രസംഗം തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. വെളുപ്പിനെ 4 മണിയായി. അടുത്ത ദിവസം യോഗം നീണ്ടു. 3 ദിവസത്തെ യോഗം 8 ദിവസത്തേക്ക് നീണ്ടു. 8 ദിവസം ഇതുപോലെ ഞാൻ പ്രസംഗിച്ചു. 8 ദിവസം പ്രസംഗിച്ചു. 8 ദിവസത്തിനകം ഓരോരുത്തർ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ചെയ്ത പാപങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. പേടിച്ചു പോയി. ഞാൻ പേടിച്ചു പോന്നു. എന്നാന്നറിയോ? ഭാര്യ ഇരിക്കുന്നിടത്ത് ഭർത്താവ് ചെയ്ത പാപം പറയുക. ഞാനോർത്ത് കുടുംബം പൊളിയേര്. കഴിഞ്ഞപ്പോൾ ഭാര്യ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനും പാപം ചെയ്തു.
അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എല്ലാവരും തൊട്ടു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാപങ്ങൾ ഒന്നിലധികം പ്രാവശ്യം എഴുന്നേറ്റ് പാപം വിളിച്ചു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ വലിയ ആത്മചലനം സഭയ്ക്കകത്തുണ്ടായി. കുഞ്ഞുങ്ങൾ വരെ എഴുന്നേറ്റ് ചില അവരുടെ അമ്മമാരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ഭൂതം ഇളകി. പിള്ളേർ പിജാവിനെ പുറത്താക്കി. അങ്ങനെ വാക്യമുണ്ടോ? ഇത് പത്രോസ് കൂടെ പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ വായിപ്പിക്കുക. താട്ട് വായിക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. താഴോട്ട് വരുന്നുണ്ട്. പുത്രന്മാരും പുത്രിമാരും സ്വപ്നവും ദർശനവും ഒക്കെ കാണും. വൃദ്ധന്മാരും വൃദ്ധമാരും ഒക്കെ എല്ലാവരുടെ മേലും ദൈവാത്മാവാണ്. ഇപ്പം ഈ സ്റ്റേജ് ഉപദേശിമാർ കിടന്ന് പിടിച്ചോ ചാടിക്കോ ഇന്നാ ചാടി പിടിച്ചു, ഇതൊന്നുമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുന്നു. വീഥികളിൽ രോഗികൾ സൗഖ്യമാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും ടൗണുകളിൽ തെരുവുകളിൽ നടക്കും. മാനസാന്തരപ്പെട്ട് ജനം വിടിവിക്കപ്പെടും. വലിയ ദൈവപ്രവൃത്തി അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നത് മടങ്ങി വരാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വസിച്ചു പ്രാർത്ഥിക്കാനെങ്കിലും തയ്യാറാകണം. ഇനി വിശ്വസിച്ചില്ലേലോ നീ ഇതിൽ ഭാഗവാക്കാകത്തില്ല. നാളെ ഇത്ര ശേക്കലിന് ഇന്നത് വിൽക്കുമ്പം നീ കാണും അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ ദൂതിനോട് വിഘടിച്ചാൽ നീ കാണും പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. കരഞ്ഞേറ്റെടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം അയക്കുന്ന ദൂതിൽ ആ ഉണർവിൽ നീ പങ്കാളിയാകും. നീയും കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം മടങ്ങി വരാൻ പോയാ. ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വായിച്ചേ. അത് തന്നെ ഇപ്പം വായിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അടുത്തത്. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. മാളിക മുറിക്കകത്ത് മാത്രമല്ല, പിന്നൊക്കെ ഇതിൽ ചരിത്രത്തിൽ ഉണർവാരംഭിച്ചെടുത്തെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇത് ഇനി ഉണ്ടാകാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇതെല്ലാം ഉണ്ടാകുന്നത് വെറും ബഹളത്തിലല്ല, മാനസാന്തരത്തിലും വിശുദ്ധ ജീവിതത്തിലും. രക്ഷിക്കപ്പെട്ട ജനം ഉണർന്നാൽ ദൈവം അത് ചെയ്യും. ഇതാണ് സഭ. ബാക്കി നാളെ പറയാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ ഒന്നും കൂടെ സമർപ്പിക്കാം. കർത്താവേ, നീ